لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العلي العظيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങൾ ഉസ്താദുമാർ ഈ പരിശുദ്ധ മജ്‌ലിസിൽ എത്തിച്ചേർന്ന ഉമറാക്കൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാർ മുതഅല്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുന ബാപ്പുലിയർ പാപ്പയുടെ പൊരുത്തത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അവിടുത്തെ സന്തോഷവും പൊരുത്തവും അതിന്റെ ഹക്ക് കൊണ്ട് നമ്മുടെ ഈമാന്റെ സലാമത്തും അള്ളാഹു നൽകി നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ബാപ്പുലിയർ പാപ്പയുടെ കറാമത്താണ്, അവിടുത്തെ മഹത്വമാണ് ഇന്ന് നമുക്ക് ഇവിടെ ഇത്ര സന്തോഷത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച രംഗമൊക്കെ എന്റെ മനസ്സിലിങ്ങനെ ഓർക്കുമ്പോൾ അന്ന് ബാപ്പുലിയർ പാപ്പ ഇരുന്ന ഒരു സ്ഥലം എന്ന മഹത്വത്തിൽ അവിടുത്തെ പേരിൽ പ്രത്യേകം ഫാത്തിഹ ഓതി നമ്മുടെ കുണ്ടൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാന്മാരെല്ലാവരും ചേർന്ന് ദുആ ചെയ്തുകൊണ്ട് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചപ്പോൾ ഇത് ഇത്രമാത്രം വിപുലമായ ഒരു സംഭവമായി മാറാൻ ഒരു വലിയ കാലഘട്ടം വേണ്ടിവരും എന്നാലോചിച്ചതാണ്. അൽഹംദുലില്ലാഹ്, അവിടുത്തെ ഒരു കറാമത്ത് കൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദിന്റെ ജനറൽ സെക്രട്ടറിയും ഇവിടുത്തെ പ്രധാന ഉസ്താദും എന്ന രീതിയിൽ സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിന്റെ പഴയ ചരിത്രം അറിയുന്ന ആരുടെയും മനസ്സ് സന്തോഷം കൊണ്ട് പുളകിതമാകും. ഈ സ്റ്റേജിലേക്ക് വരാൻ സാധിക്കാതെ വിശ്രമാവസ്ഥയിലാണ് മാനേജർ മമ്മൂട്ടിയാജി, അള്ളാഹു ശിഫ നൽകുമാറാവണം. അദ്ദേഹത്തിന്റെ മകൻ ഹസൻ ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ നമ്മോടൊപ്പം ഉണ്ടായി. ചെറുപ്പത്തിൽ തന്നെ കൊഴിഞ്ഞു വീണ പുഷ്പമാണ്. ആ ചെറുപ്പക്കാരന്റെ ഖബറിനെ അള്ളാഹു സ്വർഗതോപ്പാക്കുമാറാവണം. നിലമ്പൂർ മജ്മഅന്റെ ഒരു സാരഥി കൂടിയായിരുന്ന വണ്ടൂർ മാനുഹാജി അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവണം. ഇതിന്റെ തുടക്കത്തിലെ തറക്കല്ലിടൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പ്രദേശത്തെ ഈ രൂപത്തിലാക്കിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്ന ഈ ചന്തമുള്ള അവസ്ഥ. കഷ്ടപ്പാടിൽ നിന്ന് കുറഞ്ഞ കൊല്ലം കൊണ്ട് ഇത് ഈ രൂപത്തിലായി എങ്കിൽ ഇനി സന്തോഷത്തിൽ നിന്ന് അതിവേഗം നമുക്ക് കുതിച്ചു കയറാൻ സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നമ്മളെ ചാപ്പനങ്ങാടി അബ്ദുൽ എന്ന് പറയുന്ന കരിപ്പോൾ അബ്ദുൽ ഉസ്താദാണ്. ഇതിന്റെ തുടക്കത്തിൽ അബൂദാബിയിൽ നിന്ന്
ഇതിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തുകൊണ്ട് ഇതിന്റെ കൂടെ നിന്ന ആളാണ് ബഹുമാനപ്പെട്ടത്. ഇടയ്ക്കൊരു രോഗം ഉണ്ടായി. ഇപ്പൊ ആ രോഗത്തിന് ചേലായ കയ്യും കാലും ഒക്കെ അങ്ങനെ നിൽക്കാന്നുള്ളൂ. ഇപ്പൊ സുഖമൊന്നുമില്ല. അള്ളാഹു തആല ശിഫ കൊടുക്കുമാറാവും. അങ്ങനെ ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഒരു ഇങ്ങനെ ശീലിച്ചാൽ പിന്നെ ആ ശീലിച്ചിൽ അങ്ങനെയാണ് പോലെ. അത് പ്രായമാകുമ്പോഴും ഉണ്ടാകണിപ്പെട്ടാണ്. അല്ലാതെ രോഗമൊക്കെ ഇപ്പൊ മാറി ആഫിയത്തിലാണ്. അള്ളാഹു റാഹത്ത് നൽകുമാറാവും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ എക്കാലത്തും നിലനിർത്തുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകും. ആ വിഭാഗം മറ്റെല്ലാവരിൽ നിന്നും മികച്ചു നിൽക്കുകയും ചെയ്യും. ലാ യസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഹഖിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗം, അവരുടെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ഉണ്ടാകും. ആ സാന്നിധ്യമുള്ള ആളുകളുടെ പ്രത്യക്ഷ അടയാളം അല്ലാ 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 എന്ന ദിക്ർ അവരുടെ നാവിലും അവരുടെ കൽബിലും അവരുടെ ജീവിതത്തിലുടനീളവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വിഭാഗത്തിന്റെ അല്ലാ അല്ലാ എന്ന ദിക്ർ പ്രപഞ്ചത്തിൽ എപ്പോൾ ഇതിന്റെ എല്ലാ ഘടനയും തെറ്റിപ്പോകും. സൂര്യൻ ചലിക്കുന്നത്, ചന്ദ്രൻ സഞ്ചരിക്കുന്നത്, ഭൂമി അതിന്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം അല്ലാഹ് അല്ലാഹ് എന്ന റിമോട്ടിലൂടെയുള്ള നിയന്ത്രണത്തിലാണ്. അബുദാബിയിലെ എയർപോർട്ടിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്ലെയിൻ പൊങ്ങിക്കഴിഞ്ഞാൽ ആ പ്ലെയിൻ പ്രത്യേകമായ റിമോട്ട് കൺട്രോൾ മുഖേന അതിങ്ങനെ നിയന്ത്രിച്ച് ഇവിടെ കരിപ്പൂരിലെത്തിക്കണം. കരിപ്പൂരിൽ നിന്ന് ഹാജിമാരെയും കൊണ്ട് ജിദ്ദ എയർപോർട്ടിലേക്ക് പറക്കാൻ അടുത്ത റഡാറിലേക്ക് അത് നൽകിക്കൊണ്ടിരിക്കും. കോക്പീറ്റിൽ ഇരിക്കുന്ന വൈമാനികൻ വിമാനം ആടാതെ ഉലയാതെ നിയന്ത്രിച്ചുകൊണ്ട് പോവുക എന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി. വിമാനത്തെ അതിന്റെ റൂട്ടിൽ സഞ്ചരിപ്പിക്കുക എന്നതല്ല. വിമാനം അതിന്റെ റൂട്ടിൽ സഞ്ചരിക്കുന്നത്, കരിപ്പൂരിൽ നിന്ന് പറന്നുയർന്ന വിമാനം അത് ജിദ്ദ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ അത് ഉയർന്ന ഉടനെ കിട്ടുന്ന റഡാർ, അടുത്ത റഡാർ കൺട്രോളിൽ നിന്ന് അത് വിടുമ്പോൾ അത് പിന്നെ എവിടെ എത്തിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും വളരെ പ്രധാനപ്പെട്ട 4 ആളുകളും യാത്ര ചെയ്ത കൊച്ചു വിമാനം റഡാറിൽ നിന്ന് മറഞ്ഞു. പിന്നെ ആ വിമാനം എവിടെ പോയി എന്ന് കാണാനില്ല. ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ഉറുമ്പരിച്ചാൽ കണ്ടെത്താൻ സംവിധാനം അമേരിക്കയുടെ മേശപ്പുറത്തുണ്ട് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ആ വിമാനത്തെ കണ്ടെത്തുന്നതിന് 3 ദിവസം തിരയേണ്ടി വന്നു. അത് പിന്നെ മരമടക്കുകളിൽ വീണ് കിടക്കുന്നത്, കത്തിക്കരിഞ്ഞു കിടക്കുന്നത് കണ്ടെത്താം. എന്തുകൊണ്ട്? റഡാർ സിസ്റ്റത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം റിമോട്ട് കൺട്രോളിൽ നിന്ന് നിയന്ത്രണം വിട്ടാൽ പിന്നെ നിയന്ത്രണം വിട്ടാതെ എവിടെ പോയി അസ്തമിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മനുഷ്യ സഞ്ചാര യോഗ്യമാക്കി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഭൂമി അതിന്റെ ഭ്രമണപഥത്തിലെ യഥാർത്ഥ കറക്കം നടക്കാൻ അതിനെ വലയം ചെയ്തുകൊണ്ട് സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ, ചന്ദ്രൻ അതിന്റെ സഞ്ചാരം ശരിയായ രൂപത്തിൽ നടത്താൻ, അതുവഴി നമുക്ക് കിട്ടേണ്ട ഇരുട്ടും വെളിച്ചവും, നമുക്ക് കിട്ടേണ്ട വായുവും വെള്ളവും, നമുക്ക് കിട്ടേണ്ട മറ്റ് സൗകര്യങ്ങളും, അധികം ചൂടില്ലാത്ത, അധികം തണുപ്പില്ലാത്ത,
ഈ അവസ്ഥ മനുഷ്യ സഞ്ചാരയോഗ്യമായി ഈ അവസ്ഥ നിലനിൽക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന റഡാർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ 12 അക്ഷരങ്ങളാണ് അതിന്റെ ക്രോഡീകരണത്തിൽ വന്നിട്ടുള്ളത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന ആശയത്തെ നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് 12 അക്ഷരങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് റൗണ്ട് ചെയ്യുമ്പോൾ 24 അക്ഷരങ്ങളാണ്. ഈ 24 അക്ഷരങ്ങളിലെ ഓരോ ഹർഫും ഭൂമിയുടെ സഞ്ചാരപഥത്തിൽ പങ്കാളിത്തം വഹിക്കുന്നു. സൂര്യന്റെ സഞ്ചാരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, ചന്ദ്രന്റെ ചലനത്തെ അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, വായുവിന്റെ സഞ്ചാരത്തെ അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ തൗഹീദിന്റെ കലിമയിൽ അധിഷ്ഠിതമായ അല്ലാഹ് എന്ന ദിക്ർ, അത് ബിസ്മില്ലാ എന്നാവാം, അത് ഖുൽ ഹുവല്ലാഹ് എന്നാവാം, അത് സ്വല്ലല്ലാഹ് എന്നാവാം, അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാവാം. അല്ലാഹ് എന്ന് കലർന്ന ആ ദിക്ർ ഇങ്ങനെ ഭൂമിയിൽ എപ്പോഴും വായുവിൽ ഇങ്ങനെ കലർന്നുകൊണ്ടിരിക്കണം. വിശ്വാസി ഹൃദയങ്ങളിൽ നിന്ന് അത് വായുവിലേക്ക് എത്തുമ്പോൾ ആ വായുവിലൂടെ അത് ഭൂമി ഒട്ടാകെ, ഈ പ്രപഞ്ചം ഒട്ടാകെ. എന്തുകൊണ്ട്? സൂര്യനെ നിയന്ത്രിക്കുന്ന ഒരു റഡാർ, ഭൂമിയെ നിയന്ത്രിക്കുന്ന ഒരു റഡാർ എന്ന പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വെച്ചിട്ടുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന 24 അക്ഷരങ്ങളെ കൊണ്ട് ഇതിന്റെ എല്ലാറ്റിന്റെയും സഞ്ചാരത്തെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരും ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതിരുന്നാൽ, ആരും ഭൂമിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് ഉച്ചരിക്കാതിരുന്നാൽ, അന്നാണ് സൂര്യൻ പടിഞ്ഞാറ് എന്ന് ഉദിക്കുക. എന്തുകൊണ്ട്? റിമോട്ട് നഷ്ടപ്പെട്ടു, റഡാർ കൺട്രോളിൽ നിന്ന് പോയി. റഡാർ കൺട്രോളിൽ നിന്ന് പോയാൽ സ്വാഭാവികമായും സൂര്യൻ കിഴക്ക് ഭാഗത്ത് നിന്ന് ഉദിച്ച് അത് പടിഞ്ഞാറ് അസ്തമിച്ച് പിറ്റേ ദിവസം വീണ്ടും കിഴക്ക് നിന്ന് ഉദിക്കുന്ന കാഴ്ചയാണ് കാണുക. അതിനെന്തു വേണം? അതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദഅവയും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ദലീലും അത് ചേർന്ന 24 അക്ഷരങ്ങൾ അതിങ്ങനെ ഭൂമിയിൽ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. അത് എത്രമാത്രം കൂടുതലായി അതിന്റെ ഉച്ചാരണവും ആ ദിക്റും നടക്കുന്നോ, ആ അവസ്ഥയിൽ കാലാവസ്ഥയ്ക്കും രോഗത്തിനും രോഗശമനത്തിനും മറ്റെല്ലാറ്റിനും അത് പരിഹാരമാണ്. ബഹുമാനപ്പെട്ട ബാപ്പുരിയർ പാപ്പയുടെ ദിക്റിന്റെ ഔദ്യോഗികമായി സ്ഥാപിച്ചിരിക്കുന്ന ദിക്ർ ഹൽക്കകളിൽ എവിടെ സംബന്ധിച്ചാൽ അവിടെ തെഹ്ലീല് 1000 SES മീരാ മുസ്ലിയാർ വഫാത്തായി, അല്ലാഹു ദർജ ഏറ്റി കൊടുക്കുമാറാണ്. അതേപോലെ തന്നെ തരുവൺ അബ്ദുള്ള മുസ്ലിയാർ വഫാത്തായി, അല്ലാഹു ദർജ ഏറ്റി കൊടുക്കുമാറാണ്. നമ്മുടെയൊക്കെ കാലത്ത് പഴയകാല ഔലിയാക്കളെയും ആലിമീങ്ങളെയും ഒക്കെ പറഞ്ഞു തരാൻ എനിക്കൊക്കെ പരിചയമുള്ള പ്രായമുള്ള 2 ആളെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അവരൊക്കെ ബാപ്പുരിയർ പാപ്പയുടെ ദിക്റിനെ പറ്റി പറയുമ്പോൾ തഹ്ലീൽ അത് 1000 പ്രാവശ്യമാണ്. ദുബൈയിൽ അവിടുത്തെ ഓഫീസിൽ, ബർദുബൈ ഓഫീസിൽ നടക്കുന്ന ഒരു ദിക്ർ ഹൽക്കയുണ്ട്. ആ ദിക്ർ ഹൽക്കയിൽ 1000 പ്രാവശ്യം വാശി പിടിച്ചു ദിക്ർ. അതേ സമയത്ത് ദുബൈയിലെ ഈ തിരക്കേറിയ ജോലിക്കടയിൽ ആളുകൾക്കൊക്കെ ഒരു 101 ഇഷ്ടം. എന്നാ പിന്നെ ഒരു 150 വരെ മീനായിന്ന് കൊണ്ടുവന്ന ചുമ അത് ഇവിടെ നാട്ടിൽ ചെലവാക്കണം, അല്ലെങ്കിൽ മാറും. അത് നമ്മളെ നാട്ടിൽ തന്നെ ചെലവാക്കാൻ വിചാരിച്ചാണ് നിൽക്കുമ്പോ ഈ മൊയ്തീൻകുട്ടി ബാക്കൽ ഉസ്താദ് അയക്കണ്ടേ, പക്ഷെ അത് ഇപ്പടിയും കുറച്ച് ചെലവാക്കണം. ആയിക്കോട്ടെ,
അപ്പോ അങ്ങനെയാണ് ആ ചുമ ഇടയ്ക്ക് വരുന്നത്. അള്ളാഹു ശിഫ തരണം. അപ്പോ എനിക്ക് ശിഫ നോക്കുമ്പോ നിങ്ങൾക്ക് ഒരു ആമീൻ പറയാൻ ഒരു കമ്പനി, നിങ്ങൾക്കും അള്ള ശിഫ തരണം. അല്ല എന്നാ തന്നെ നിങ്ങൾ ആമീൻ പറയാനിക്കാൻ അല്ലല്ലേ? അള്ളാഹു റാഹത്ത് പെരുമാറാവണം. അത് പിന്നെ എല്ലാവർക്കും ഉള്ളതാണല്ലേ. ഇരിക്കട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു 101 ദുബൈയിലൊക്കെ തിരക്കിനനുസരിച്ച് കുട്ടികൾക്ക് കമ്പം. പക്ഷേ അത് 1000. എന്തുകൊണ്ട്? ബാപ്പുലർ പാപ്പയുടെ ഔദ്യോഗികമായ സമ്മതപ്രകാരം സ്ഥാപിച്ച ദിക്ർ ഹൽക്കയിൽ തഹ്ലീലിന്റെ എണ്ണം 1000. അത് തരുവണ ഉസ്താദോ അതല്ലെങ്കിൽ നമ്മുടെ ACS മുസ്ലിയാരോ ഇവരൊക്കെ സ്ഥാപിച്ച ദിക്ർ ഹൽക്കൽ അത് ബാപ്പുലർ പാപ്പയുടെ സമ്മതപ്രകാരം. അതൊക്കെ 1000. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു നാട്ടിൽ ദിക്ർ ചൊല്ലുന്ന ഒരാളുണ്ട്, ഒരു നാട്ടിൽ ദാക്കിറായ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ നാട്ടുകാർക്ക് ഒരു കാവൽക്കാരൻ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. ആ നാട്ടുകാർക്ക് ഒരു കാവൽക്കാരൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ ആ ദിക്ർ അദ്ദേഹം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിൽ പകർച്ചവ്യാധിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ആ നാട്ടിൽ മാരക രോഗങ്ങൾക്ക് ഒരുപാട് ശമനമുണ്ടാകും. ആ നാട്ടിൽ പിശാചിന്റെ ഉപദ്രവത്തിന് വളരെ വ്യത്യാസമുണ്ട്. ആ നാട്ടിൽ പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മരണസംഖ്യാ നിരക്കിൽ വളരെ മാറ്റമുണ്ട്. ഒരു നാട്ടിൽ ഒരു ദാക്കിറായ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് മാത്രമുള്ള ഒരു നേട്ടമല്ല, അദ്ദേഹം ആ നാട്ടിൽ ഒരു കാവൽക്കാരനാണ്. അപ്പൊ ഈ ചാപ്പരങ്ങാടിയിൽ ഇവിടത്തെ 100ഓളം മുതഅല്ലിമീങ്ങളും മറ്റു വിദ്യാർത്ഥികളും ചേർന്ന് എല്ലാ ദിവസവും ദിക്ർ ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ അത് ഹജ്ജാജിന്റെ ദിക്റായിട്ടും ബദരീങ്ങളെ ദിക്റായിട്ടും അതേപോലെ തന്നെ മറ്റു പല ദിക്റുകളായിട്ടും ആഴ്ചയിലും തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും മറ്റു ദിവസങ്ങളിലും മറ്റു പ്രത്യേക സമയങ്ങളിലും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും വായുവിന്റെയും വെളിച്ചത്തിന്റെയും വെള്ളത്തിന്റെയും ഇരുട്ടിന്റെയും ഉറക്കിന്റെയും എല്ലാ കാവൽക്കാരായി ഒരു വിഭാഗം ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്നാ മനസ്സിലാക്കുക. ഛർദി അതിസാരം പിടിപെട്ട് നേരത്തെ വ്യാപകമായ മരണങ്ങൾ നടന്നിരുന്നു നമ്മുടെ നാട്ടിൽ. അക്കാലത്ത് ആരോഗ്യ വകുപ്പ് രേഖപ്പെടുത്തിയത് 1000 കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ 300 കുട്ടികളും മരിക്കുക എന്നാണ്. അത്രയും മരണസംഖ്യ വർദ്ധിച്ചിരുന്നു. അന്ന് പുരുഷന്മാരുടെ ആയുസ് 54-ഉം സ്ത്രീകളുടേത് 52-ഉമായി ചുരുങ്ങിയിരുന്നു. ആ ഛർദി ഇങ്ങനെ വ്യാപകമായി വരുമ്പോൾ വൈദ്യശാസ്ത്രം ആ രോഗത്തിന് മുമ്പിൽ പരാജയപ്പെട്ടിടത്ത് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മഹാന്മാർ അവർ ആ ഛർദിക്കുന്ന ആളുകളുടെ മുഖത്ത് വായിന്റെ അകത്തോട്ട് കൈ ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഛർദി നിന്ന 100 കൂട്ടം അനുഭവങ്ങൾ ബാപ്പുലർ പാപ്പ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചരിത്രത്തിൽ കാണാം. ഛർദി ഇങ്ങനെ വ്യാപകം, ഡോക്ടർമാർ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ബാപ്പുലർ പാപ്പാന്റെ ദിക്റിന്റെ ഇജാസത്തുള്ള ഒരു മഹാൻ കുഞ്ഞാലി ഹാജി. അദ്ദേഹം ഛർദി അതിസാരം പിടിപെട്ട് വിഷമിക്കുന്ന ആളുകൾ ഛർദിച്ച് വിഷമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി, ആ തൊപ്പി ഊരിയിട്ട് മൂക്കിനിങ്ങനെ ഒന്ന് മണപ്പിച്ചു കൊടുത്താൽ പിന്നെ ഓനിക്ക് ഛർദി. ഇത് അനുഭവിച്ച് കണ്ട ആയിരങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുള്ളതാണ്. ഒരു നാട്ടിൽ ദിക്ർ ചൊല്ലുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാരക രോഗത്തിനൊരു കാവൽക്കാരനാണ്, പകർച്ചവ്യാധിക്കൊരു കാവൽക്കാരനാണ്, ജനിക്കുന്ന സന്താനങ്ങൾക്ക് അദ്ദേഹം ഒരു കാവൽ ഭടനാണ്. വായുവിൽ എപ്പോഴും അല്ലാ 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 എന്നത് ഈ വായുവിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം.
ഈ വായുവിനെ ശുദ്ധീകരിക്കുന്ന അല്ലാഹ് എന്ന ദിക്ർ അത് എപ്പോഴും വായുവിൽ ഇങ്ങനെ സഞ്ചരിക്കണം. അതാണ് സൂര്യനെ നിയന്ത്രിക്കുന്ന ശക്തി. അതാണ് അല്ലാഹ് എന്ന് പറയുന്ന ഒരാളും ഇവിടെ ജീവിച്ചിരിപ്പില്ലേ എങ്കിൽ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് പോയ സൂര്യൻ തിരിച്ച് ഇങ്ങോട്ട് അതിനെ കൊണ്ടുവരാൻ റഡാറില്ല, റിമോട്ടില്ല. പിന്നെ സൂര്യൻ എവിടെ പോയി? വിമാനം അതിന്റെ റഡാറിൽ നിന്ന് തെറ്റിയാൽ അതൊക്കെ എപ്പോഴോ നടത്തേണ്ടതാ. സമ്മതം കിട്ടേണ്ട വിഷയമൊന്നുമില്ല. ബക്കറ്റ് പിരിവ് കൊടുക്കാൻ ആദ്യം പോരുമ്പോ കായും കൊണ്ടുവരും. അതൊക്കെ ഒരു പറയേണ്ട വിഷയമൊന്നുമില്ല. കാര്യമായ ഒരു സംഗതിന്റെ ഇടയിൽ ഇപ്പൊ അത് പറയേണ്ട സംഗതിയൊന്നുമില്ല. എല്ലാവരും കൊടുക്കണ തന്നെയാണ്. പണ്ടത്തെ കാലത്താണ് വെച്ചാൽ അതിങ്ങനെ ഈ കവർപ്പെട്ടിങ്ങാണ്ട് കിണി നടന്നുകൊണ്ടുണ്ട്. ഇപ്പൊ അതൊക്കെ 5 റുപ്യയും 10 റുപ്യായി മാറി. നിങ്ങളൊരു അയ്മ്പത് കൊടുത്തത് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പോ പടിഞ്ഞാറ് ഭാഗത്ത് പോയ സൂര്യനെ തിരിച്ച് കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരാൻ അല്ലാഹ് എന്ന് പറയുന്ന ഒരാളില്ല. അന്നിവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടാകും, അന്നിവിടെ ഡോക്ടർമാരുണ്ടാകും, അന്നിവിടെ എഞ്ചിനീയർമാരുണ്ടാകും. അന്ന് അമേരിക്കയ്ക്ക് ഇപ്പോഴത്തെ അല്ലെങ്കിൽ വേറൊരു പ്രസിഡന്റ് ഉണ്ടാകും, ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകും, അന്നിവിടെ പല ആളുകളും ഉണ്ടാകും. പക്ഷേ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് പോയ സൂര്യനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പാപ്പ ഉണ്ടാവുകയില്ല, അവിടുത്തെ മുരീദുമാരുണ്ടാവുകയില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അല്ലാഹ് എന്ന് പറയുന്ന ഒരാളും ഉണ്ടാവുകയില്ല. ഹക്കിൽ എപ്പോഴും പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ സാന്നിധ്യം അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ വിഭാഗത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ ഇവിടെ നിന്ന് സൂര്യൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അതിനെ കൊണ്ടുവരാൻ അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരാളില്ല. ഇവിടെയാണ് ഒരു ദിക്റിന്റെ സാന്നിധ്യത്തെ നാം പഠിക്കേണ്ടത്, ഒരു ദുആഇന്റെ സാന്നിധ്യത്തെ നാം പഠിക്കേണ്ടത്. അല്ലാഹ് എന്ന ദിക്റിന്റെ വില. നമ്മളിപ്പോൾ വിലയേറിയ വോട്ട് എന്ന് പറയണം. ആ വിലയേറിയ വോട്ടിന്റെ ഏറിയ വില എപ്പോഴാ മനസ്സിലാവുക? നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം. വിലയേറിയ വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ സമയത്ത് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ എപ്പോഴാ മനസ്സിലാവുക? സുബ്ഹാനല്ലാഹ്, ഇലക്ഷൻ കഴിഞ്ഞിട്ടോ വോട്ടെണ്ണൽ പ്രഖ്യാപനം. 2 സ്ഥാനാർത്ഥികൾ, UDF സ്ഥാനാർത്ഥി അപ്പുറത്ത്, LDF സ്ഥാനാർത്ഥി ഇപ്പുറത്ത്, മറ്റ് ചില്ലറകളൊക്കെ അതും. 2 പ്രധാന എതിരാളികൾ മുഖാമുഖം ഇരിക്കാൻ. 2 വിഭാഗത്തിലെയും ആളുകൾ വോട്ടിങ്ങനെ എണ്ണാൻ തുടങ്ങിയപ്പോഴോ ആ പഞ്ചായത്തിൽ എണ്ണിയപ്പോൾ ഇയാളിങ്ങനെ മേലോട്ട്, മറ്റേ പഞ്ചായത്തിൽ എണ്ണി വെക്കുമ്പോ കുത്തനെ താഴോട്ട്, ഇങ്ങനെ താഴോട്ടും മേലോട്ടും. അപ്പൊ ഇങ്ങനെ പുറത്തിങ്ങനെ വാർത്ത, ആ പഞ്ചായത്ത് എണ്ണിയിട്ടുണ്ട്, ആ വാർഡിൽ ഞമ്മക്കാണ്, മറ്റേ വാർഡിൽ ഇയാൾക്കാണ്. ഇതൊക്കെ ഞമ്മക്കിങ്ങനെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. 2 സ്ഥാനാർത്ഥികളെയും മുഖം ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണാം. 2 സ്ഥാനാർത്ഥികളെയും മുഖത്ത് ഇങ്ങനെ നോക്കിയാലേ കാണാൻ. അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാരണം ഒരുപാട് അധ്വാനിച്ച് ഇത് കിട്ടിയെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോ ഈ സ്ഥാനാർത്ഥിയുടെ മുഖത്തിങ്ങനെ നോക്കിയാൽ ഒരു അവസ്ഥ നിങ്ങളൊന്ന് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളാണ് സ്ഥാനാർത്ഥി എന്ന് വെക്കുക. എന്നിട്ട് വോട്ട് ഇങ്ങനെ എണ്ണുമ്പോ താഴേക്കും മേലക്കും ഇങ്ങനെ വരുമ്പോ നിങ്ങളെ കാണുമ്പോ എങ്ങനെ ഉണ്ടാവും? അതൊന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കി എങ്ങനെ ഉണ്ടാകുന്നു. നമ്മൾ ജയിച്ചില്ല എങ്കിൽ അതുവരെ നമ്മോടൊപ്പം സിന്ദാബാദും ബാക്കിയുള്ളതൊക്കെ വിളിച്ചിട്ട് നമ്മളെ മാലയിട്ട് പൂവിട്ട് ഒരുപാട് പടക്കങ്ങളൊക്കെ പൊടിച്ച് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു വോട്ട് കുറയുന്നതോടുകൂടി ആ കുട്ടികളിൽ ഒരു ഒറ്റൊന്നിനെ അവിടെ കാണും. പിന്നെ നമ്മൾ തിരിച്ച് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് തിരിച്ചു പോണ പോക്കണല്ലോ, ലോറി കൂടിയ പാട്ടാണ്. എന്തിനാക്ക് പിന്നെ നമ്മളെ കണ്ണുമ്പോൾ നമ്മളോ മധുരനാരങ്ങ പോലെ നമ്മളെ ചുവരിലേറ്റി കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന ഒരനുയായിയെയും പിന്നെ കാണുന്നില്ല. ഈ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ സഹോദരങ്ങളെ. അവിടെയാണ് വോട്ടിങ്ങനെ എണ്ണി ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങളുടെ വിലയേറിയ അവിടെയാണ് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷം
അത് തീരുമാനിക്കപ്പെടും. എങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹ് അല്ലാഹ് എന്ന ദിക്റിന്റെ വില നമുക്ക് മനസ്സിലാകുന്ന ഒരു രംഗം അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹ് അല്ലാഹ് എന്ന ദിക്റിന്റെ വില നമുക്ക് മനസ്സിലാകുന്ന ഒരു രംഗം പഠിപ്പിക്കുന്നുണ്ട്. ഓർത്തു നോക്കൂ നിങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതകാലത്തിന്റെ മുഴുവൻ വോട്ടുകളും നാം ചെയ്തിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും മീസാൻ എന്ന തുലാസിൽ ഇങ്ങനെ വെച്ചിട്ട് അമ്മാമൻ ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. ഈ സൂറത്തിൽ ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് പല തമാശകൾ നടക്കും, പല രസവും തമാശയും ഒക്കെ നടക്കും. നമ്മുടെ നാട്ടിലൊരു ചങ്ങായി ജുമാ കൃത്യമായിട്ട് നിൽക്കും, ബാക്കിയൊന്നും കണക്കാക്കാം. അപ്പൊ ഇവനോട് ചോദിച്ചു, അതെന്താ ജുമാ മാത്രം നിസ്കരിച്ചു ചോദിച്ചു. ഉസ്താദെ, അത് കളാ കൂട്ടാൻ പറ്റൂല, ബാക്കിയൊക്കെ പിന്നെ നമുക്ക് സൗകര്യം പോലെ. ഇപ്പൊ ഇവന് കളാ കൂട്ടാനായിട്ട് 40 ആള് ഒരു മിമ്പറും ഒക്കെ പാടപ്പോ അതിന് ഒന്നും കൊടുക്കൂല. അപ്പൊ ജുമാ എങ്ങനെയാണ് കൃത്യമായിട്ട് പോട്ടെ, ബാക്കിയുള്ളത് നമുക്ക് അല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രയെല്ലാം രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ അല്ലേ? കഴിഞ്ഞ പെരുന്നാൾ നിസ്കാരത്തിന് ആരും ഒരു തമാശ പറഞ്ഞു. പെരുന്നാൾ നിസ്കാരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഓടിക്കതച്ച് എല്ലാം കൂടി പള്ളിയുടെ ഉള്ളിൽ കയറിയപ്പോ ഖുതുബ ഇങ്ങനെ നടക്കുക. അപ്പൊ ആദ്യം പള്ളിയിലെത്തിയ ചങ്ങായാണ് വിളിച്ചു പറഞ്ഞു, സാവധാനത്തിന് വന്നാൽ മതി, ഖുതുബ തുടങ്ങിയിട്ടുള്ളൂ. ഓന്റെ വിചാരം ഇത് കഴിഞ്ഞിട്ടാണ് നിൽക്കാറുണ്ട്. അപ്പൊ അത് ആദ്യമായിട്ട് നിൽക്കാൻ വരുന്നവരുണ്ടാവും. ഇതൊക്കെ നമുക്ക് എവിടെ നടക്കും? ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ആരൊക്കെയോ ചെല്ലുന്ന ദിക്റിന്റെ പവറിൽ നമ്മളും അങ്ങനെ വായു ശ്വസിച്ചു പോവുകയാണ്. ആരൊക്കെയോ ചെല്ലുന്ന ദിക്റിന്റെ പവറിൽ നമ്മളും അങ്ങനെ രോഗമില്ലാതെ രക്ഷപ്പെടുകയാണ്. ആരൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദുആഇന്റെ ആനുകൂല്യം പറ്റി നമുക്കും വായു കിട്ടുന്നു, നമുക്കും വെള്ളം കിട്ടുന്നു, നമുക്കും വെളിച്ചം കിട്ടുന്നു, നമുക്കും മറ്റ് പലതും കിട്ടുന്നു. നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. ഹക്കായ ഒരു വിഭാഗം അവരിവിടെ അങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർ മുത്താലിമീങ്ങൾ പഠിക്കുന്നുണ്ട്, അവർ ഹദ്ദാദി ചൊല്ലുന്നുണ്ട്, അവർ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, അവർ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അവർ ധാരാളം ഖത്ം തീർക്കുന്നുണ്ട്, ആയിരങ്ങൾ ലക്ഷങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതിന്റെ ആനുകൂല്യം പറ്റി നമ്മൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് യാതൊന്നിനും ലൈസൻസ് ഇല്ല. പറഞ്ഞ മാതിരി മൂപ്പർക്ക് അളവ് നടത്തുകയാണ് വെച്ചാൽ പള്ളിക്കത്തെ തേങ്ങ മാത്രം എടുക്കണം. അപ്പൊ രായാക്ക് പള്ളിയിലൊന്നും ഒഴിവായിക്കോളെ ഈ കളവെന്ന് വെച്ചു കുട്ടി, അത് പറ്റൂല കേട്ടോ. അപ്പൊ അതെന്താ, ബാക്കിയുള്ളതൊക്കെ ആരാന്റെ മുതലല്ലേ, അത് എടുക്കാൻ പറ്റുമോ? പള്ളിക്കത്തല്ലേ നമ്മളതുള്ളൂ, നമ്മളും പറിച്ചോണ്ട് പള്ളിയും പറിച്ചോണ്ട് അതല്ലേ നമുക്ക് എടുക്കാൻ പറ്റുക. നോക്കി നിങ്ങള്. അപ്പൊ അതാ ഓരോരുത്തരും അവനാൻ ചെയ്യുന്ന തെറ്റുകൾക്കും ശരി കണ്ടെത്താനുള്ള തിരക്കാണ് ഇവിടെ. ഞാനിപ്പോൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ആരും പറയില്ല. പിന്നെയോ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് അതിലൊരു ശരി കണ്ടെത്താനുള്ള നീക്കമാണ് നമ്മൾ ഇവിടെ. എന്നാലും നമുക്ക് ജീവിക്കാം. എന്തുകൊണ്ട്? വേറെ ആരൊക്കെയോ സത്യത്തിൽ മാത്രം ജീവിക്കുന്നവരുണ്ട്. അവർ നിസ്കരിക്കുന്നു, അവർ ബാങ്ക് വിളിക്കുന്നു, അവർ ഹദ്ദാദി ചൊല്ലുന്നു, അവർ ദിക്ർ ചൊല്ലുന്നു, അവർ സ്വലാത്ത് ചൊല്ലുന്നു. ആ ആനുകൂല്യം പറ്റിക്കൊണ്ട് നമുക്കും ഇവിടെ ജീവിക്കാം, നമുക്കും ഇവിടെ ജീവിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചാപ്പനങ്ങാടി മസാലിഹിൽ നടക്കുന്ന ദിക്റിന്റെ, സ്വലാത്തിന്റെ, ദർസിന്റെ, ഖുർആൻ പാരായണത്തിന്റെ ആ ആനുകൂല്യം ഈ നാട്ടിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ മദ്യപാനിക്കും നൽകും, അതേപോലെ തന്നെ വഹാബിക്കും നൽകും, അതേപോലെ തന്നെ വ്യഭിചാരിക്കും നൽകും, അതേപോലെ മൗദൂദിക്കും നൽകും, അതേപോലെ തന്നെ നിരീശ്വരവാദിക്കും നൽകും, അതേപോലെ ഖാദിയാനിക്ക് നൽകും. എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവർ, എന്താണ് ഒരു ആനുകൂല്യം വരുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം അതിന്റെ വില മനസ്സിലാക്കണം. അല്ലാഹ് അതിന് വില എത്രയുണ്ട്? ഒരൊറ്റ ദിക്റിന്റെ വില എത്രയുണ്ട്? മഹ്ശർ മൈതാനി നമ്മുടെ തുലാസ് ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരാണ് സ്ഥാനാർത്ഥി? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. നമുക്കെതിരിൽ അപ്പുറത്തൊരു സ്ഥാനാർത്ഥിയല്ല. പിന്നെയോ നമ്മുടെ വലത്തെ കൈയും നമ്മുടെ ഇടത്തെ കൈയും, നമ്മുടെ വലതുകാലും നമ്മുടെ ഇടതുകാലും, നമ്മുടെ വലത്തെ കണ്ണും നമ്മുടെ ഇടത്തെ കണ്ണും, നമ്മുടെ വലത്തെ കാതും നമ്മുടെ ഇടത്തെ കാതും. അല്ലാഹ് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഓരോന്നും, ആ ഓരോന്നിനെയും അല്ലാഹ് എന്ന ദിക്റിൽ ലയിപ്പിച്ചിട്ടുണ്ടോ?
അള്ളാ എന്ന ദിക്റിൽ ലയിപ്പിച്ചിട്ടുണ്ടോ? അതല്ല, മറ്റുള്ളവരുടെ ദിക്റിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് നമ്മളെങ്ങനെ സുഖകരമായി ജീവിച്ചു പോയതാണോ? ഇതാ മീസാൻ എന്ന തുലാസ് മുന്നിൽ നിൽക്കുന്നു. വോട്ട് ഇങ്ങനെ എണ്ണാൻ തുടങ്ങിയപ്പോ സ്ഥാനാർത്ഥിന്റെ അവസ്ഥ നമ്മളിപ്പോ ഓർമ്മിച്ചല്ലോ. എന്നാൽ അവിടെ സ്ഥാനാർത്ഥി ഇനി തോറ്റു എന്ന് വെക്കാം. എന്നാലോ തോറ്റാലെന്താ? തോറ്റാൽ 5 കൊല്ലം, ജയിച്ചാലോ ജയിച്ചാൽ 5 കൊല്ലം. അതാണല്ലോ ജയിച്ച ആൾക്കാർ പോകുമ്പോ ഇങ്ങനെ കാണിച്ചു തരും, ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വരാം. ജയിച്ചോലാ വണ്ടി പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു പോണ പോക്കൽ ഇങ്ങനെ ഇനി നമുക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് കാണട്ടോ, അല്ലാതെ ഇനി എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വരേണ്ടതാണ് 5 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ 5 കൊല്ലത്തെ തോൽവി അല്ലെങ്കിൽ 5 കൊല്ലത്തെ ജയം ഇത്. എന്നാൽ മീസാൻ എന്ന തുലാസിൽ അതാ ഫഅമ്മാമൻ സഖുലത മവാസീനുഹു ഫഅമ്മാമൻ ഖഫ്ഫത മവാസീനുഹു. നമ്മുടെ 2 തുലാസിൽ ഇങ്ങനെ നന്മതിന്മകൾ തൂക്കുകയാണ്. ആ തൂക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, നേരത്തെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിരുന്നു, ലോഡ് കണക്കിന് കടലാസ്. ഇതൊക്കെ പാടെ അജറായിൽ അല്ല മുങ്കറിനൊക്കെ റഖീബ് അതീദ് ഇല്ലേ, നമ്മളെ വലഭാഗത്തും വടഭാഗത്തും പോലെ എങ്ങനെയായിരിക്കും അത് എഴുതുക? ഈ എഴുതിയ ചുമടൊക്കെ പാടെ എങ്ങനെയാണ് മഹ്ശറിലേക്ക് കൊണ്ടുവരിക? ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പഴയ കാലത്തൊരു ചങ്ങായി ബേജാറായി. മഹ്ശറിൽ ഇങ്ങനെ ആൾക്കാർ തിങ്ങി നിൽക്കല്ലേ. ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോ എല്ലാ സാധനവും മഹ്ശറിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോ, അല്ല ഉസ്താദേ, ഈ മുള്ളും കെട്ടൊക്കെ കട്ടുകൊണ്ടുപോയ ചങ്ങായി എങ്ങനെയത് മഹ്ശറിലേക്ക് എത്തിക്കും? അപ്പം വേദാരണ മോചാര് പറഞ്ഞു, അതിന് ഈ കട്ടിക്കണമെങ്കിൽ ബേജാറാകണ്ട, കൈവണ്ടി ഉന്തുവണ്ടി കട്ടുണ്ടായ ആളുണ്ടാവും, ഉന്തിക്കൊണ്ടുപോണേ, അയക്കാണ്ട് വെച്ചു കൊടുത്താൽ മതി, എന്നാലും അവിടെ എത്താതെക്കൂല. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാര്, നമുക്ക് അങ്ങനെയൊക്കെ പണ്ട് ആലോചിച്ചിരുന്നു, ഈ കടലാസൊക്കെ പാടെ എങ്ങനെ ഇപ്പൊ അവിടെ എത്തുക, ഇതൊക്കെ പാടെ എന്നാ വായിച്ചു തീര. ഇപ്പോ ആധുനിക സംവിധാനങ്ങൾ ഇങ്ങനെ വന്നു. സുബ്ഹാനല്ലാഹ്, നമ്മള് ടേപ്രിക്കാള് വന്നപ്പോ കരുതി ഇതാണ് ബൾബ്, അതിന്റെ കേസറ്റ് വെച്ചപ്പോ കരുതി ഇതിനേക്കാളും ബൾബ് ഇഞ്ഞൊന്ന് വരാനില്ല. അതിന് കഴിഞ്ഞാണ് ഇപ്പൊ കമ്പ്യൂട്ടർ വന്നത്. ഇപ്പൊ കമ്പ്യൂട്ടറിന് വന്ന് നോക്കുമ്പോ എന്തൊക്കെ സാധനം കുറച്ചോനെ. ഈ സ്ട്രോങ് ലൈറ്റിന് അസറാജില. യാ റബ്ബ് യാ റബ്ബ്, അള്ളാഹു ബിസിനസ്സിലൊക്കെ ബർക്കത്ത് കൊടുക്കണം. അയാൾ അഞ്ചൻ സമീറാജ് ഒക്കെ ബർക്കത്ത് കൊടുക്കണം. നമ്മളെ സുന്നത്യമായത്തിന് വലിയ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോ നമ്മളെ ഉമറാക്കളൊക്കെ അള്ളാഹു റാഹത്ത് കൊടുക്കുമാറാണ്. അവർക്ക് അവിടെ ബിസിനസ്, ഇവിടെ ബിസിനസ്, മറ്റോടത്ത് ബിസിനസ് ഒക്കെ ഉണ്ട്. എന്നാ ആ ബിസിനസ് മുഴുവനും പോലെ പോക്കറ്റില്ല. ചിലപ്പോ ഒരു കഷ്ണം തോന്നും, ഒരു ചെറിയ സംഗതി അതെടുത്തുങ്ങാണ്ട് ആ ഇതിനടുത്തുങ്ങാണ്ട് ഇങ്ങനെ നോക്കിയാ റിയാദിൽ ഇപ്പൊ ഇന്നത്തെ കച്ചവടം ഇപ്പൊ ആരാ വാങ്ങിക്കൊടുക്കണത്, ഇപ്പൊ ആരാ കൊടുക്കണത്? അതിപ്പോ ഇയാള് സ്റ്റേജ് വന്ന് നേരത്തെ നോക്കണത്. കച്ചവടം അവിടെ ഉണ്ടായിങ്ങാണ്ട് ബെൽക്കൊക്കെ ചില നടന്നോടെ ഒരു പേടിയും പേടിച്ചു. ലോകത്ത് മുഴുവനും നടക്കുന്ന ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം കഴിഞ്ഞ് ഇനി നമ്മൾ നാട്ടിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ വിളിക്കാൻ തുടങ്ങും ഓരോരോ കുട്ടികൾ. അല്ല ഉസ്താദ്, നിങ്ങൾ നേരത്തെ ആ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അത് എവിടെയുള്ളത്, മറ്റേ ഈ വിഷയം എവിടെയുള്ളത്? അപ്പൊ ഇജ്ജ് എവിടുന്ന കുട്ടിയെ വിളിക്കണത്? ഞാൻ അബുദാബി. ഓന്റെ ഫോൺ അവിടെ വെച്ചോളുമ്പോ മറ്റോ നിങ്ങൾ എവിടുന്ന വിളിക്കണത്? ഞാൻ മലേഷ്യയിൽ. സുബ്ഹാനല്ലാഹ്, അതിനാണ് ഈ 2-3 കുട്ടികൾ ഇരിക്കുന്നത്. അള്ളാഹു ഖൈർ കൊടുക്കണം. അപ്പൊ നമ്മള് ഈ ഓൺലൈനും യൂട്യൂബും മറ്റുള്ള ട്യൂബും ഒക്കെ ആയിട്ട് ലോകം മുഴുവൻ എന്റെ പ്രിയപ്പെട്ടവർ ഈ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ റഖീബ് അതീദ് അലൈഹിസ്സലാം നാളെ മഹ്ശർ സഭയിൽ വന്നിട്ട് അവർ 2 പേരും ചെറിയ ഒരു സിം കാർഡ്, ഒരു ചെറിയ എത്ര GB ഉണ്ടാവും യാസ്രാജി? അത് യാ അല്ലാഹ് അല്ലേ, ആ ചെറിയ ഒരു GB ഇത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതവിടെ കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ എന്തെല്ലാം വാക്കുകളും പ്രവർത്തനങ്ങളും നോട്ടങ്ങളും വിഷയങ്ങളും ഉണ്ടോ, ഇതൊക്കെ മലായിക്കത്ത് റെക്കോർഡാക്കപ്പെടുത്തത്. ആ റെക്കോർഡാക്കപ്പെട്ടിരിക്കുന്ന വിഷയം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹ്ശർ വൻസഭയിൽ നമ്മളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ റെക്കോർഡ് വന്നു. മലായിക്കത്ത് അത് ഹാജരാക്കി 2 തുലാസിലും ഇങ്ങനെ വെക്കുകയാണ്. എന്താ തുലാസിൽ വെക്കുന്നത്? നമ്മൾ ഓരോരുത്തരും എത്ര വയസ്സ് ജീവിച്ചു? 60 വയസ്സ് ജീവിച്ച ആള്, 70 വയസ്സ് ജീവിച്ച ആള്, 75 വയസ്സ് ജീവിച്ച ആള്, 30 വയസ്സ് ജീവിച്ച ആള് അല്ലേ? ചെറുപ്പത്തിലെ ഒരു 5 വയസ്സ് കുട്ടിയായിട്ട് പോയി. 7-ാമത്തെ വയസ്സ് മുതൽക്ക് നമ്മളെ കൽപ്പനയൊക്കെ തുടങ്ങി. 10-ാമത്തെ വയസ്സ് മുതൽക്ക് നിർബന്ധ പരിശീലനമായി. ആ 10-ാം വയസ്സ് മുതൽക്കുള്ള നിർബന്ധ പരിശീലന കാലം മുതൽക്ക് എന്തായാലും വിഷയങ്ങളൊക്കെ ഔദ്യോഗികമായി.
ആ ഔദ്യോഗികതയുടെ പേരിൽ ശിക്ഷാ നടപടികൾ പോകുന്നത് പ്രതിഫലം അപ്പോഴേ ചാരുവായി. ശിക്ഷാ നടപടികൾ നടപ്പാക്കാൻ പോകുന്നത് 15 മുതൽക്ക് അങ്ങോട്ടായി. ആ കാലം മുതൽക്കുള്ള റെക്കോർഡുകൾ വന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും 2 സ്ഥാനാർത്ഥികളും അവര് വോട്ടെണ്ണലിന്റെ സ്റ്റേജിൽ രണ്ടാളും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവരെ മുഖത്തിന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, മുൾമുനയിൽ നിന്നുകൊണ്ടിരിക്കുന്ന രംഗം ഓർത്തിട്ട് അത് താൽക്കാലികമാണ് എന്നുകൂടി നിങ്ങൾ സമാധാനിച്ചിട്ട് കാലാകാലത്തേക്കുള്ള വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നു. കാലാകാലത്തേക്കുള്ള വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നു. അപ്പൊ തുടങ്ങി വോട്ടെണ്ണൽ 16ാമത്തെ വയസ്സ്. 16 മുതൽ 17 ഒരു കൊല്ലത്തെ വോട്ട് എണ്ണി നോക്കി. എന്താ അവസ്ഥയുള്ളത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ തുലാസി എങ്ങോട്ട് നിൽക്കുന്നു? 18ാമത്തത് എണ്ണി, 19ാമത്തത് എണ്ണി, 20ാമത്തത് എണ്ണി. فأما من ثقلت موازينه فأما من خفت موازينه. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹ്ശർ മൈതാനിൽ ഒരു മനുഷ്യന്റെ തുലാസിൽ രണ്ടും ഇങ്ങനെ ഇട്ടു നോക്കുമ്പോൾ നന്മ തിന്മ നന്മ തിന്മ അതിങ്ങനെ രണ്ടും ഇങ്ങനെ വെച്ചു നോക്കുമ്പോൾ അയാളെ മീസാൻ എന്ന തുലാസിന്റെ ഭാരം വർദ്ധിച്ചുകൊണ്ട് അയാൾക്ക് സ്വർഗം പ്രഖ്യാപിക്കാൻ ഒരു വോട്ട് കൂടി കിട്ടിയാൽ മതി. ഒരു വോട്ട് കിട്ടിയാൽ അയാളെ സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. അയാൾക്ക് ഒരു ഹസനത്തിന്റെ കുറവാണ് നിൽക്കുന്നത്. അയാളുടെ തുലാസ് ഇങ്ങനെ നിൽക്കുകയാണ്. തുലാസ് ഇങ്ങനെ നിൽക്കാൻ ആട്ടം നിൽക്കുന്നില്ല. നമ്മൾ ആപ്പിൾ തൂക്കുന്ന ചങ്ങായിക്കാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഒരാപ്പിൾ എടുത്തിട്ട് ഉറക്കനിട്ടാൽ മതി തുലാസിക്ക്. അപ്പാണ് താന്നോളൂ, അതിനാൾ തൂക്കി കൊടുക്കാം. എന്നാ പിന്നെ അതങ്ങനെ രക്ഷപ്പെട്ടു. എല്ലാ ആപ്പിളുകാരും അല്ല ഞാൻ പറഞ്ഞത്, ഓർമ്മപ്പെടുത്താം. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ തൂക്കല് അവിടെ നടക്കൂല. അത് അവിടെ നടക്കൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇവിടെ ശീലിച്ചിരിക്കുന്ന പഴയ ആളുകളുണ്ട്. നാളെ ആരോ പറഞ്ഞു മുൻകറിന്റെ കീറിന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അവിടെയും കഴിച്ചിരാവുന്നു. അതെങ്ങനെ വെച്ചാൽ അവിടെ രക്ഷപ്പെടാന്ന് വെച്ചു. മുൻകറിന്റെ കീറിന് വരുന്ന വരവ് തന്നെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കും. ഇപ്പോഴല്ലേ രണ്ടാൾ വന്ന് പോയത്, പിന്നെ നിങ്ങളെവിടുന്നായി വരുന്നത്? അപ്പോൾ ഉണ്ടാവും ഒരു വേജാറ്. ഇതൊക്കെ നമുക്ക് ഇവിടെ കസ്റ്റംസിനെ പറ്റിച്ചിട്ട് ചേരായിൽപ്പെട്ടതാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവാണ് ഉടമസ്ഥൻ. ഉടമസ്ഥനായ റബ്ബിന് മുമ്പിൽ നാവിന് ശീലി വെച്ചിട്ട് കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സാക്ഷി നിൽക്കുന്നു. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. മുത്തഅല്ലിമീങ്ങൾ ഈ പള്ളിയിൽ നിന്ന് ഓതിയതിന് ഈ ഭൂമി സാക്ഷിയാണ്. ഇവിടെ ദർസ് നടന്നതിന് ഭൂമി സാക്ഷിയാണ്. ഇവിടെ ദിക്ർ നടന്നതിന് ഭൂമി സാക്ഷിയാണ്. ഈ ഭൂമിയിലെ ഓരോ മണൽത്തരിയും അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കും. അനുകൂലമായി സംസാരിക്കും, അല്ലെങ്കിൽ പ്രതികൂലമായി സംസാരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ എല്ലാ സാധനങ്ങളും, ഇവിടുത്തെ ആറ്റം മുതൽ എല്ലാ സാധനങ്ങളും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുവിന് സാക്ഷിയാണ്. അല്ലാഹുവിന് സാക്ഷിയാണ്. നമുക്ക് മനസ്സിലാകാൻ എന്ത് വേണ്ടി വരും? പ്രത്യക്ഷത്തിൽ കാണേണ്ടി വരും. ഭൂമിക്കത് ആവശ്യമില്ല. നാം ചെയ്തിരിക്കുന്ന ഗുണങ്ങളെല്ലാം ഭൂമി അനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. നമ്മുടെ സുജൂദ് ഭൂമി ആസ്വദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പുറത്തെ വീട്ടിലെ പെണ്ണും ഇപ്പുറത്തെ വീട്ടിലെ ചെറുപ്പക്കാരനും വീട്ടുകാരൊക്കെ ഉറങ്ങിയ ശേഷം അവര് മൊബൈലിൽ ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോണ്, അവിടുന്ന് ഇങ്ങോട്ടൊരു മിസ് കോള്. ഓള് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി, ഇവനും മെല്ലത്തിൽ അങ്ങോട്ട് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്. ഇവർ രണ്ടുപേരും പാതിരാവിന്റെ കൂരിരുട്ടിൽ എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ കിടക്കുമ്പോൾ അവര് തോന്നിവാസം ചെയ്യുകയാണ്. ഭൂമി ഇതൊക്കെ കണ്ട് സഹിച്ചു നിൽക്കുന്നുണ്ട്. ഭൂമി ഇതൊക്കെ കണ്ട് സഹിച്ചു നിൽക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ കുറെ താമസം വന്നു. എന്തേ? കുറെ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഒരു ദിവസം രാവിലെ ഓള തുണി ഇവന് കൊടുത്തിക്കണം, ഇവന്റെ തുണി ഓള് കൊടുത്തിക്കണം. അപ്പോഴാണ് ഇത് തമ്മിൽ മാറിയ വിഷയം അറിയുന്നത്. ഇത് ഞമ്മക്ക് മനസ്സിലാക്കാൻ കുറെ കാലം കഴിയും. അത് ഭൂമിക്ക് മനസ്സിലാക്കാൻ താമസം വന്നിട്ടില്ല. ഭൂമി അതിന് സാക്ഷിയാണ്. നാളെ മഹ്ശർ വൻസഭയിൽ പാതിരാവിന്റെ കൂരിരുട്ടിൽ പ്രിയപ്പെട്ടവരെ, അവർ രണ്ടുപേരും വെളിയിലിറങ്ങിയിട്ട് അവർ ചെയ്ത കശുമാവിന്റെ ചുവട്ടിൽ വെച്ച് അവർ ചെയ്തിരിക്കുന്ന തോന്നിവാസത്തെ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി വിളിച്ചു പറയും. ഭൂമി വിളിച്ചു പറയും. ആരാണ്? ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശർ മൈതാനിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ കാലിനടിയിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. എന്താ ശബ്ദം കേൾക്കുന്നത്? പടച്ചവനെ, ഈ വരുന്ന ചങ്ങായി ആരാണെന്നറിയോ? ഇവൻ ഇന്ന ആളാണ്. ഭൂമി ഇങ്ങനെ വിളിച്ചു പറയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് ആര് ചെയ്താലും നന്മയുടെ ഭാഗത്തും വിളിച്ചു പറയും. അല്ലാഹ് ഔലിയാക്കന്മാരായ മഹാന്മാര് ജൗഫുൽ ലൈൽ, രാത്രി പകുതി കഴിയുമ്പോൾ ഔലിയാക്കന്മാർ ഉണർന്നു.
അവർ ഉണർന്നു. അവിടെ നമുക്ക് പലരുടെയും ചരിത്രം കാണാം. ഔലിയാക്കളായ ആളുകൾ ഉണർന്നു. അവര് പറയുന്നത് എന്താ? റബ്ബേ, രാജാക്കന്മാരുടെ വാതിലടച്ചുപോയി, പടച്ചവനെ ഓഫീസുകളൊക്കെ തൊട്ടിയടച്ചു, അല്ലാഹുവേ എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലായി. അല്ലാഹു അല്ലാഹ്, രാജാതിരാജനായ നിന്റെ വാതിലല്ലാതെ ഒന്നും തുറക്കപ്പെട്ട് കിടക്കുന്നില്ലല്ലോ. പാതിരാവിന്റെ കൂരിരുട്ടിൽ എഴുന്നേറ്റുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹ, ആരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും പാതിരാവിന്റെ കൂരിരുട്ട് കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാത്രി പകുതി കഴിഞ്ഞു. ജൗഫുല്ലയിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നു, ലൈറ്റുകളൊക്കെ അണച്ചിരിക്കുന്നു. ഉറക്കത്തിന്റെ മഴക്കമാണ്, നിശയുടെ നിദ്രയാണ്, എവിടെയും ശബ്ദമില്ല. ആ സമയത്ത് ഓഫീസുകൾ അടഞ്ഞു കിടക്കുന്നു, കടകളൊക്കെ ഷട്ടറാക്കിയിരിക്കുന്നു, രാജാക്കന്മാരെ വാതിലൊക്കെ അടച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെയാണ് ഔലിയാക്കൾ കൈയുയർത്തിക്കൊണ്ട് രാജാതിരാജന്റെ മുമ്പിൽ പറയുന്നത്, അല്ലാഹു അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. രാത്രി 12 മണി മുതൽ തുടങ്ങിയിരിക്കുന്ന അവരുടെ ദിക്ർ സുബഹി ബാങ്ക് വരെ തുടർന്നപ്പോൾ അവർ വായു ശുദ്ധീകരിക്കുകയാണ്, അവർ വെള്ളം ശുദ്ധീകരിക്കുകയാണ്, അവർ സൂര്യനെ നിയന്ത്രിക്കുകയാണ്, അവർ ചന്ദ്രനെ നിയന്ത്രിക്കുകയാണ്, അവർ ഭൂമിയുടെ സഞ്ചാരപഥത്തെ നിയന്ത്രിക്കുകയാണ്. ആ നിയന്ത്രിക്കുന്ന കാവൽക്കാരൻ അല്ലാഹുവിന്റെ പ്രതിനിധിയായി ഭൂമിയിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രതിനിധികളുടെ ഇപ്പോഴത് ബഹുമാനപ്പെട്ട ബാപ്പയുടെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവൻ സഭയിൽ വരുമ്പോൾ അവരുടെ കാർഡ് ഞാൻ മീസാനിലേക്ക് അങ്ങോട്ട് വെക്കുമ്പോൾ, അള്ളാഹുവിനെ അങ്ങോട്ടും അള്ളാഹു ഇങ്ങോട്ടും തൃപ്തിപ്പെട്ട സ്വർഗീയാരാമത്തിന്റെ സുഖൈശ്വര്യപൂർണമായ കവാടത്തിലൂടെ അതാ അവരങ്ങോട്ട് കടക്കുമ്പോൾ, സ്വർഗവാതിൽക്കൽ ോട്ട് ചെല്ലുമ്പോ അവരെ സ്വീകരിക്കാൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ. സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലങ്ങ് എത്തിയപ്പോഴേക്കും കുനുകുനേനെ കുട്ടികൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ആ കുട്ടികൾ വന്നിട്ട് ഇവരെ കൈപിടിച്ചങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വല്ലാത്തൊരു രംഗമല്ലേ. അതേ സമയത്ത് അതാ മീസാൻ എന്ന തുലാസ്, ആ തുലാസ് ഇങ്ങനെ ആടി ആടി നിൽക്കുകയാണ്. അത് നന്മയുടെ ഭാഗം വർദ്ധിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാം, തിന്മയുടെ ഭാഗം വർദ്ധിച്ചാൽ നരകത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട മുഅ്മിനേ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഒരാള് മഹ്ശർ മൈതാനിയിൽ ഒരാൾ, അദ്ദേഹത്തിന്റെ മീസാൻ ഇങ്ങനെ ആടി ആടി നിൽക്കുന്നു. സ്ഥാനാർത്ഥിയുടെ വോട്ട് ഇങ്ങനെ എണ്ണി 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 ഇനി ഒരു വാർഡും കൂടി എണ്ണാനുള്ളൂ. ആ വാർഡിൽ ആർക്കാണോ ഒരു വോട്ട് കൂടുതൽ കിട്ടുന്നത് അതാണ് വിജയ സാധ്യതയുള്ള വിലയേറിയ വോട്ട്. പ്രിയപ്പെട്ട മുഅ്മിനേ, ഈ അവസ്ഥ ഇനി നമ്മുടെ വോട്ട് എണ്ണാൻ പോകുന്നത് ഏതാണ്? ഇനി നമുക്ക് മീസാന് തുലാസിൽ വെക്കാൻ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ അവസാനത്തെ ശ്വാസോച്ഛ്വാസത്തിന്റെ സമയത്ത്, അവസാന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കാന്ന് പറഞ്ഞല്ലോ. അള്ളാഹു ആ ഭാഗ്യം തരട്ടെ. മീസാനിലെ തുലാസിലേക്ക് ഇനി വെക്കാൻ അതും കൂടിയേ ബാക്കിയുള്ളൂ. നമ്മളെ ആഖിബത്ത് നന്നാകാന്ന് പറഞ്ഞാല് അത് ചെറിയ സംഗതിയല്ല. അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. എന്താണ് വാങ്ങിയോടുമ്പോ ഒരു 2 മണി അവിടെ എടുത്തു. എന്തിനു? അവസാനം തൊള്ളാണ്. ഞാൻ അവസാനം തൊള്ളയിലിട്ടത് ഈ ചുവയ്ക്കണതായെങ്കിൽ ആ കടല മുഴുവൻ പോയി. അപ്പൊ അവസാനം തൊള്ള നന്നാക്കാൻ 2 മണി കടല അവിടെ എടുത്തു എന്ന മാതിരി ഏതിന്റെ ഒരു ആക്ടിവത്ത് നന്നാകണം. അതാ അണ്ടിപ്പരിപ്പ് വാങ്ങിയിട്ട് കഴിക്കണ സമയത്ത് നല്ലതൊരു രണ്ടെണ്ണം അവിടെ എടുത്തു. ഏതിന് ഒരു ആക്ടിവത്ത് നന്നാവണം അല്ലേ? അതാ ആ ആക്ടിവത്ത് നമ്മൾ മീസാനിൽ ഇനി വെക്കാൻ ഏതേ ഉള്ളൂ? നമ്മളെ അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മീസാൻ എന്ന തുലാസിൽ അതും വെച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ തുലാസിന്റെ ആട്ടം നിൽക്കുന്നില്ല. തുലാസിന്റെ ആട്ടം നിൽക്കുന്നില്ല. ഇനി ആ തുലാസിലേക്ക് വെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അവസാനം ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ മക്കൾ വഹാബി ഇല്ലെങ്കിൽ, നമ്മളെ കുടുംബത്തിൽ മൗദൂദി ഇല്ലെങ്കിൽ, നമ്മളെ കുടുംബത്തിൽ അത്തരം ഫസാദികൾ ഇല്ലെങ്കിൽ, മരിക്കുന്ന സമയത്ത് ഓലൊന്നും ഹാജറുണ്ടായാൽ മര്യാദക്കാർ അള്ളാഹ്ന്ന് ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കളെ പിടിച്ചിട്ട് ഏതെങ്കിലും വഹാബിനെ കൊണ്ട് കല്യാണം കഴിക്കുമ്പോ ആലോചിച്ചോ, ഈ വഹാബിയായ മരുവന് മരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിന്നാൽ ഓന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞമ്മക്ക് കരിമയെല്ലാം വരെ പറ്റൂല. കാരണം ഇബ്ലീസിന്റെ കണ്ണോടുകൂടിയാണ് ഓൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, എന്തേ ഒരുപാട് ആളുകൾ കൂടിയ സ്ഥലത്ത് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്നതിന് വല്ല തടസ്സം ആർക്കെങ്കിലും ഉണ്ടോ? ഖുർആൻ ഓതൂല, ഒരു ദിക്റ് ചൊല്ലൂല, ഒരു ദുആ ചെയ്യൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സുന്നത്തിയമായത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ ലാ ഇലാഹ ഇല്ലല്ലാഹും തുലാസിലിട്ടു. പക്ഷേ തുലാസിന്റെ ആട്ടം നിൽക്കുന്നില്ല. ഇനി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഒരു ഹസനത്ത് ഉണ്ടായാൽ നമ്മുടെ തുലാസ് വർദ്ധിക്കും. ഇവിടെ മഹ്ശർ വൻസഭയിൽ ഒരാളെ കഥ പറയുകയാണ്. മീസാൻ ഇങ്ങനെ ആടി ആടി നിൽക്കുമ്പോൾ അയാൾ ഇങ്ങനെ 4 ഭാഗത്തേക്കും നോക്കുകയാണ്. പടച്ചവനെ, ഒരു വോട്ട് എന്നെ തന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു വോട്ട് കിട്ടിയാൽ ജയിക്കാം എന്ന പോലെ ഇയാളെ മീസാനിലെ തുലാസിൽ ഒരു ഹസനത്ത് വെച്ചാൽ ഇയാൾക്ക് സ്വർഗം കിട്ടും. ഇയാളെ തുലാസ് വർദ്ധിക്കും. അതിന് നോക്കിയാൽ എന്താ ഒരു ഹസനത്ത്? ഒരു സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ ഒരു അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അയാളുടെ ഒരു സദഖ ചെയ്തത്, എന്തെങ്കിലും ഒരു ഹസനത്ത് കിട്ടിയാൽ അയാളെ മീസാൻ. കിതാബ് ആ രംഗം പറയുന്നുണ്ട്. വല്ലാത്തൊരു രംഗമാണ് കിതാബ് ഇവിടെ പറയുന്നത്. മുഅ്മിനീങ്ങളെ, നമുക്ക് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം, ഇയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം അവസാനം ഒരു ഹസനത്ത് കിട്ടുന്നതിന് വേണ്ടി അയാൾ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ വരുന്നു. ആരെയാണ് ഓർമ്മ വരുന്നത്? എന്നെ നൊന്ത് പ്രസവിച്ചിരിക്കുന്ന എന്റെ ഉമ്മയുണ്ടല്ലോ, എനിക്ക് ഒരു സുബ്ഹാനല്ലാഹയുടെ കുറവ് പരിഹരിക്കാൻ ഞാൻ എന്റെ ഉമ്മയുടെ അടുക്കലൊന്ന് പോയി നോക്കട്ടെ. മീസാനിലെ തുലാസ് ഇങ്ങനെ ആടി ആടി നിൽക്കുന്നു. ഇയാളുടെ കാര്യം വല്ലാത്ത ബേജാറിലാണ്. ആരും അദ്ദേഹത്തെ സഹായിക്കാനില്ല. പടച്ചവനെ, ഒരു വോട്ട് കിട്ടിയാൽ അയാൾ രക്ഷപ്പെടും, ഒരു ഹസനത്ത് കിട്ടിയാൽ രക്ഷപ്പെടും. പക്ഷേ അയാൾക്ക് ഇല്ല. ആ തുലാസ് ഇങ്ങനെ ആടി ആടി നിൽക്കുകയാണ്. ഒരു സുബ്ഹാനല്ലാഹ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഉമ്മയുടെ അടുക്കൽ ചെന്നു. അയാൾ നേരെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുക്കൽ ചെന്നു. ഉമ്മയോട് വന്നിട്ട് പറയാണ്, ഉമ്മ, എന്നെ 10 മാസം ഗർഭം ചുമന്നത് നിങ്ങളല്ലേ? ഉമ്മ, എന്റെ മീസാന അവിടെ കടന്നു. ആ മീസാന തുലാസ് ഇങ്ങനെ ആടി ആടി നിൽക്കുകയാണ്. അതുകൊണ്ട് എന്റെ തുലാസ് ഒന്ന് ഭാരം വർദ്ധിക്കണമെങ്കിൽ ഒരു ഹസനത്ത് നിങ്ങൾ എനിക്ക് തരുമോ ഉമ്മ? വളരെ കാലം തീറ്റിപ്പോറ്റി ഓമനിച്ച് വളർത്തിയിരിക്കുന്ന മോന് കുറെ കാലം കഴിഞ്ഞപ്പോൾ കച്ചവടം ചെയ്തിട്ടും ഗൾഫിൽ പോയിട്ടും അല്ലാതെയും കഷ്ടപ്പെട്ട് ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത മോന്, ഉമ്മാനെ ഒരുപാട് ശുശ്രൂഷിച്ച മകന്, സുബ്ഹാനല്ലാഹ്, ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? അത് പറഞ്ഞവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അറബി പത്രത്തിൽ ഒരു കാർട്ടൂൺ വന്നിരുന്നു ഒരു പ്രാവശ്യം. എന്തായിരുന്നു അത്? ഒരു സ്ത്രീ പ്രസവിച്ചു. പ്രസവാനന്തരം ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയെ തൊട്ടിൽ കിടത്തിയിട്ട് ഉമ്മ കുളിക്കാൻ വേണ്ടി പോയി. കുളി കഴിഞ്ഞ് ഉമ്മ കുളിമുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ കുട്ടി കിടക്കുന്നതിന് ചുറ്റുഭാഗത്ത് കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു.
ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമ്മാക്ക് ബേജാറായി, പൊളച്ചവനെ എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചോ? ആ ഉമ്മ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഉഗ്ര വിഷമുള്ള ഒരു സർപ്പം, ഒരു മൂർഖം പാമ്പ് എന്ന് പറയാം, ഒരു വലിയ സർപ്പം. ആ സർപ്പം ഇങ്ങനെ വന്നിട്ട് കുട്ടി കിടക്കുന്ന തൊട്ടിന്റെ കയറിൽ ഇങ്ങനെ ചുറ്റിയിട്ട് പടമുയർത്തി നിൽക്കുന്നു. ഈ രംഗം കണ്ടിട്ട് കുടുംബങ്ങൾ എല്ലാവരും ചുറ്റുഭാഗത്ത് ബേജാറായി നിൽക്കാണ്. എങ്ങനെ ഈ പാമ്പിനെ ഒഴിവാക്കും, എങ്ങനെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തും? കുളിമുറിയിൽ നിങ്ങോട്ട് വന്ന ഉമ്മ ഈ രംഗം കണ്ടപ്പോൾ ഉമ്മ ഓടി അങ്ങോട്ട് ചെന്നിട്ട് തൊട്ടിലിൽ നിന്ന് അതിനെ കുട്ടിയെടുത്തിട്ട് ഉമ്മ ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ പാമ്പും കൂടി നിൽക്കുന്ന ആളുകൾ അന്തം വിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. ആ സർപ്പത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് കുട്ടിയെ വാരിയെടുക്കാൻ വേദന സഹിച്ച് പ്രസവിച്ച മാതാവിനല്ലാതെ ആകാശത്തിന് ചുവട്ടിലൊരാൾക്ക് സാധ്യമല്ല. അതാണ് ഉമ്മ, അതാണ് ഉമ്മ. ആ ഉമ്മയുടെ അടുക്കലേക്ക് ഈ മോൻ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ ഒരു സുബ്ഹാനല്ലാഹ് എനിക്ക് തരുമോ? എന്റെ മീസാനിലെ തുലാസിലൊന്ന് വെക്കട്ടെ ഉമ്മ. ഒരു ഹസനത്ത് കിട്ടിയാൽ ഞാൻ സ്വർഗത്തിലേക്ക് ജയിക്കും. അതുകൊണ്ട് ഒരു സുബ്ഹാനല്ലാഹ് എനിക്ക് തരുമോ? ആ സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ ഇല്ല ഇല്ല, ഞാനൊരു ഹസനത്ത് നിനക്ക് തന്നാൽ എന്റെ മീസാനിൽ അത് കുറയും മോനെ, എനിക്കത് തരാൻ മറ്റാരുമില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മയുടെ അടുക്കൽ പോയിട്ട് മോൻ യാചിക്കുമ്പോൾ ഉമ്മ ഒരു ഹസനത്ത് മഹ്ശറയിൽ വെച്ചുകൊണ്ട് മകന് കൊടുക്കാൻ ഉമ്മ തയ്യാറാകൂല. അവിടുന്ന് മകൻ പിന്നെ പോകുന്ന ആരുടെത്തേക്കാ? വാപ്പയുടെ അടുത്തേക്കാ. വാപ്പാന്റെ അടുത്ത് പോയിട്ട് മകൻ കേണപേക്ഷിച്ചാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാപ്പ കൊടുക്കുമോ? വാപ്പാ, ഞാൻ നിങ്ങളെ മോനല്ലേ, നിങ്ങളെ ഹജ്ജിന് കൊണ്ടുപോയത് ഞാനല്ലേ, നിങ്ങൾക്ക് ആ ഗുണം ചെയ്തത് ഞാനല്ലേ, നിങ്ങൾക്ക് മറ്റത് ചെയ്തത് ഞാനല്ലേ, വാപ്പാക്ക് പ്രായ സമയത്ത് ഒരുപാട് മക്കളുണ്ടെങ്കിലും ഞാനല്ലേ നിങ്ങളെ സംരക്ഷിച്ചത്. അതൊക്കെ ശരിയാണ് മോനെ, പക്ഷേ മീസാൻ എന്ന തുലാസി എന്റേത് തൂക്കാനിരിക്കുന്നുണ്ട്, എന്റെ അവസ്ഥയെപ്പറ്റി എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു ഹസനത്ത് നിനക്ക് തന്നിട്ട് എന്റെ മീസാനിൽ കുറഞ്ഞു പോയാലോ തരാൻ പറ്റൂല മോനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ആരിടത്തേക്കാ അയാൾ പോണ്ടത്? ഇനി ആരിടത്തേക്കാ അയാൾ പോണ്ടത്? അയാൾക്ക് പിന്നെ പോകാനുള്ളത് സ്വാഹിബത്തിഹി, അയാളെ ഭാര്യയാണ്. സുബ്ഹാനല്ലാഹ്, ഭാര്യയോട് പോയിട്ട് അയാൾക്ക് പറയാനുണ്ട്. അയാൾ പറയുന്നു, നിന്നെ ഞാൻ എത്ര സംരക്ഷിച്ചു, നിനക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ, വസ്ത്രം ഞാൻ വാങ്ങിത്തന്നു, ചെരുപ്പ് ഞാൻ വാങ്ങിത്തന്നു, കുട ഞാൻ വാങ്ങിത്തന്നു, അത്ര ഞാൻ വാങ്ങിത്തന്നു, വീട് ഞാൻ ഉണ്ടാക്കി തന്നു, എന്തെല്ലാം സൗകര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള എനിക്ക് നിന്റെ ഒരു സുബ്ഹാനല്ലാഹ്, ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഹസനത്ത് നീ എനിക്ക് തരുമോ? എന്റെ മീസാന് തുലാസ് ആടി ആടി നിൽക്കുകയാണ്. ഭാര്യയോട് എന്ന് പറഞ്ഞാൽ ഭാര്യ പറയുന്നു, തരാൻ പറ്റൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുകയാണ്. ഉമ്മയുടെ അടുക്കൽ ചെന്നാൽ, വാപ്പയുടെ അടുക്കൽ ചെന്നാൽ, ഭാര്യയുടെ അടുക്കൽ ചെന്നാൽ, മക്കളുടെ അടുക്കൽ ചെന്നാൽ, കൂട്ടുകാരുടെ അടുക്കൽ ചെന്നാൽ ആരും സഹായത്തിനില്ല. എന്തുകൊണ്ട്? ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന ബേജാറിലാണ്. അവിടെയാണ് അല്ലാഹ് എന്ന ദിക്റിന്റെ വില, സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിന്റെ വില, അൽഹംദുലില്ലാഹ് എന്ന ദിക്റിന്റെ വില, അല്ലാഹു അക്ബർ എന്ന ദിക്റിന്റെ വില, സ്വല്ലല്ലാഹ് എന്ന ദിക്റിന്റെ വില. ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുക്കാൻ കോട്ടക്കലങ്ങാടിയിലെ പച്ചക്കറി കച്ചവടക്കാരിൽ ആരോ പച്ചക്കറി ഇങ്ങോട്ട് കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞു, ആരോ മത്സ്യം കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞു, ആരോ മാംസം കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞു. ഓ ബഹുമാനികളെ, നിങ്ങൾ കൊടുത്തയച്ച മത്സ്യത്തിന്റെ ഗുണം ആ മീസാൻ എന്ന തുലാസിൽ അവിടെയാണ് ഇത് അനുഭവിക്കുക. ആ പച്ചക്കറിയുടെ വില ആ മീസാൻ എന്ന തുലാസിലാണ് അനുഭവിക്കുക. ഓ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഓർക്കണം, അശ്ർ മൈതാനിൽ ഒരു ഹസനത്തിന് വേണ്ടി തെണ്ടി നടക്കുന്ന രംഗം അത് വല്ലാത്ത ഭയാനകമാണ്. അമ്പിയാക്കൾ ഉൾപ്പെടെ സ്വന്തം ഉമ്മ തന്നെ നമുക്കൊരു സഹായം നൽകില്ലെങ്കിൽ എന്താണ് അവസ്ഥ? അവിടെയാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി
ആ മഹ്ശർ മൈതാനിയിൽ രണ്ട് ആളുകൾ വരും. ആരാണ്? ഒന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു ആബിദായ മനുഷ്യനാണ്. രണ്ടാമത്തെ ആളാരാണ്? അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു ഉഖ്റവിയായ ആലിമായ മനുഷ്യനാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലിമായ മനുഷ്യൻ വരുന്നു, ആബിദായ മനുഷ്യൻ വരുന്നു, ഒരുപാട് ഇബാദത്തുകളായി കഴിഞ്ഞുകൂടിയിരിക്കുന്ന മനുഷ്യനുണ്ട്. അയാൾ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനുൽ തുലാസിലെ അദ്ദേഹത്തിന്റെ രംഗങ്ങൾ കഴിഞ്ഞിട്ട് അയാൾ സിറാത്ത് പാലത്തിൽ അങ്ങോട്ടെത്തി. അയാൾ വേഗത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അതേ സമയത്ത് ആലിമായ മനുഷ്യൻ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനുൽ തുലാസ് കഴിഞ്ഞ് സിറാത്ത് പാലത്തിന്റെ അടുത്തേക്ക് ആലിം അങ്ങോട്ട് വരുമ്പോൾ ആ ആലിമിനോട് അല്ലാഹു പറയുന്നു, നിങ്ങൾ അവിടെ നിൽക്കുക, നിങ്ങൾ ഈ മഹ്ശർ മൈതാനിയിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ സഹായം ആവശ്യമുള്ള പലരും ഈ മഹ്ശർ മൈതാനിയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സഹായം ആവശ്യമുള്ള പലരും ഈ മഹ്ശർ മൈതാനിയിൽ നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഒരു ആലിമിന്റെ പവർ മനസ്സിലാക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഒരു ആലിമിനെ സഹായിക്കുമ്പോൾ, ഒരു സ്ഥാപനത്തെ നമ്മൾ പടുത്തുയർത്തുമ്പോൾ, ഇപ്പോ മൊയ്തീൻ കുട്ടി ബാക്കവി അദ്ദേഹം ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇവിടെ നിന്ന് ഇത്ര കുട്ടികളെ അസഞ്ഞാകാൻ പോകുന്നുണ്ട്, സക്കാഫിയാകാൻ പോകുന്നുണ്ട്, ഫാദിലിയാകാൻ പോകുന്നുണ്ട്, വരുന്ന കൊല്ലം പോകാനുണ്ട്, പിറ്റത്തെ കൊല്ലത്തേക്ക് പോകാനുണ്ട്, ഒരു കൊല്ലത്തേക്ക്, അടുത്ത കൊല്ലത്തേക്ക് ഇങ്ങനെ തയ്യാറാക്കി നിൽക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ കൽബൊന്ന് കുളിർമയായില്ലേ? ഓ പ്രിയപ്പെട്ടവരെ, ആ പോകുന്ന മുത്തഅല്ലിമീങ്ങളെല്ലാം നാളെ ഇതുപോലത്തെ മറ്റൊരു ദർസിലായി, മറ്റൊരു കോളേജിലായി, മറ്റൊരു മുദരിസായി. ഞാന് 1971 പോത്ത് ആരംഭിച്ചു. അങ്ങനെ ഈ മേലാറ്റൂരിന്റെ അടുത്തുണ്ട് ചമ്മാണിയോട് പറഞ്ഞിട്ടൊരു സ്ഥലം. അവിടെ ഒരു പള്ളിയിൽ പോകാം. അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു കാട്ടുമുക്കിലാണ് പള്ളി. ഞാൻ ഈ കൂറ്റമ്പാറ ടൗണിൽ നിന്ന് പോണതല്ലേ. അപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു കാട്ടുമുക്കിലാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ ഉസ്താദ് നോക്കിയിട്ട് മുത്തഅല്ലിമീങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോ ആ കൊല്ലം നോമ്പ് കഴിഞ്ഞിട്ട് കുട്ടികൾ കുറച്ച് ഏറെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഏറെ വന്ന എണ്ണത്തിലാണ് ഞാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും രാത്രി ഭക്ഷണമൊക്കെ ഉസ്താദിന്റെ കൂടെ എങ്ങനെയാണ് കഴിച്ച്. അങ്ങനെ ഉസ്താദ്മാർക്ക് ഒരു പരിപാടി. ഫസ്റ്റില് മുത്തഅല്ലിമീങ്ങൾ വന്ന ഉസ്താദിന്റെ ഒപ്പം ഒരു ഭക്ഷണം കൊടുത്തു. നാളെ പേരോട് ഉസ്താദ് പറഞ്ഞു, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. പേരോട് ഉസ്താദ് പറഞ്ഞു, മൂപ്പര ഉസ്താദിന്റെ നൂഞ്ഞേരി ആർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ പേരോട് ഉസ്താദ് ഇങ്ങനെ ചോറ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ചോറുള്ള ഉറ്റിയപ്പോ ഉസ്താദ് ചോദിച്ചാലോ, ഇത് ഇങ്ങനെ ഉരുട്ടിയാലും തൊള്ളേക്കാണ്ടൊക്കെയപ്പോ പൊട്ടിക്കേണ്ടി വരൂല, അതുകൊണ്ട് പാകത്തിന് വെച്ചാൽ മതി. അപ്പോ അത് ഉസ്താദ്മാരുടെ ഒരു തെർബിയത്താണ്. അപ്പൊ ആദ്യം ഉസ്താദിനെ പിറ്റേന്ന് രാവിലെ ഒരു പെരേക്ക് ഭക്ഷണത്തിന് പോകാൻ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടീനെ ഭക്ഷണത്തിന് കൊണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോ ഇന്റെ പ്രായക്കാർ രണ്ടാളുണ്ടാവില്ല. ഇന്റെ പ്രായക്കാർ എന്നെക്കാൾ ഒരു മേലുള്ളവനുണ്ടാവും. ഞാൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഓരപ്പം സൊറ പറഞ്ഞ് വർത്താനം പറഞ്ഞ അങ്ങനെ 10 മണിയായി. 10 മണിയായപ്പോ പിന്നെ ഓരമ്മ പറഞ്ഞു, ഇനി കഞ്ഞി കുടിച്ചിട്ട് പോകട്ടെ. അപ്പൊ എനിക്ക് ആ പേരിന് രാവിലെ ചായ മാത്രമേ ഉള്ളൂ. അപ്പൊ ചായക്ക് പറഞ്ഞാച്ച ഞാൻ പിന്നെ കഞ്ഞി കുടിച്ചിട്ടാ. കഞ്ഞിയൊക്കെ കുടി കഴിഞ്ഞാണ്ട് പോരുമ്പോ ഈ വീട്ടിലെ ചെറിയ ചങ്ങായിട്ട് 2 ചെറിയ ഓനെ ഞാൻ മെല്ലാണ് പള്ളിയൊക്കെ കൊണ്ടുപോകും. ഓനെ പള്ളിക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ട് എന്തായി, ലോറ് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ ഓൻ പറഞ്ഞ മോരാരുട്ടുണ്ടെങ്കിലേ ഞാൻ പോവുള്ളൂ. അങ്ങനെ പിന്നെന്തായി, ഓൻ്റെപ്പാട് പോയി ഉച്ചക്കത്തെ ചോറാവിടെ. ഉച്ചക്ക് ചോറ് വെച്ചുകാണ്ട് പിന്നെ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞുകാണ്ട് നിന്നപ്പോ അതിന് അസറായി. അപ്പൊ ആ തള്ള കുറച്ച് അന്നത്തെ ഒരു ചായയും കടിയൊക്കെ തന്നുകാണ്ട് ഇനി അസർ ചായ കുടിച്ചിട്ട് പോകാറുണ്ട്. അസർക്ക് ചായയും കുടിച്ചുകാണ്ട് ഞാൻ പോരുമ്പോ ആ വല്യമ്മ പറഞ്ഞപ്പോ അന്തിക്കായിട്ട് വേറെ എവിടെയും പോടം കിടന്ന് പോകുന്നുണ്ട്. അങ്ങനെ രാവിലെ ചായക്ക് പറഞ്ഞാച്ച ഞാൻ പിന്നെ 5 നേരത്തെ ചെലവ് അവിടെയായി. പടച്ചോനെ, 5 കൊല്ലം ആ അമ്മ ഭക്ഷണം തന്നത് ഇങ്ങനെ ഇപ്പോഴും അതിങ്ങനെ ആലോചിക്കുമ്പോ സുബ്ഹാനല്ലാഹ്. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നമ്മളെ സ്വന്തം ഉമ്മാനെ കഴിഞ്ഞാൽ പിന്നെ ഒരു പോറ്റുമ്മയുടെ സ്ഥാനത്താണ്. ആ ഉമ്മ 2 വർഷം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു ഖബറിനെ അള്ളാഹു സ്വർഗ്ഗമായി കളിക്കും.
ഈ കാണുന്ന ഒരു പരിചയമല്ലാത്ത നിങ്ങളെല്ലാരും ചെല്ലിയ ആമീന് ഈ ഓൺലൈനിൽ നിന്ന് അതിനെന്താക്കിയ കുട്ടികള് എവിടുന്നൊക്കെ ആമീൻ ചെല്ലിയ നിങ്ങള് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആമീൻ എനിക്ക് ഭക്ഷണം തന്ന ആ ഉമ്മാന്റെ ഖബറിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു. ആ ഉമ്മ ഇപ്പൊ ഖബറിൽ കടന്നിട്ട് പുഞ്ചിരിക്കുകയാണ്. അത് അന്ന് ഞാൻ വളവിലാണ് 5 നേരത്തെ ചെലവാക്കിയതെങ്കിലും എനിക്ക് കിട്ടിയത് ആ ഉമ്മാന്റെ പൊരുത്തപ്പെട്ട കൈകൊണ്ടാണ്. 5 നേരം 5 കൊല്ലം ഭക്ഷണം തന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാരും അതിനു വേണ്ടി ആമീൻ എന്ന് പറയേണ്ടി വന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് ലാഭം. ആ ലാഭം അത് കണക്കാക്കാൻ പറ്റാത്ത ലാഭം. അത് കണക്കാക്കാൻ പറ്റാത്ത ലാഭം. ആ ഭക്ഷണം പേരോട് ഉസ്താദിന് കൊടുത്തു ഒരു ഉമ്മ എത്ര ആളുകളെ കൊണ്ടാണ് ദുആ ചെയ്യിപ്പിക്കുന്നത്? അത് ഏത് ഉസ്താദിന് കൊടുത്തു? എത്ര ആളെ കൊണ്ടാണ് ദുആ ചെയ്യിപ്പിക്കുന്നത്? ഈ മസാരിഹിൽ പഠിക്കുന്ന കുട്ടികളെ കൂട്ടത്തിൽ നാളത്തെ പേരോടും മറ്റന്നാളത്തെ കൂന്നപ്പാറി അതിന്റെ പിറ്റേന്നത്തെ കാന്തപുരമൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ടാകും. അള്ളാഹു കുട്ടികൾക്കൊക്കെ ഉയർച്ച കൊടുക്കുമാറാവണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് അടുത്തടുത്ത ഭാവികളിൽ ദീൻ നിയന്ത്രിച്ച് നിലനിർത്തേണ്ട സമ്പത്താണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമ്പത്താകുന്ന മുതഅല്ലിമീങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് സഹായിക്കുക എന്നതിന്റെ പ്രതിഫലം ചെറുതല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപ്പകാലത്തെ ജീവിതത്തിൽ കാണാം. നബി തങ്ങൾക്ക് ഹലീമ ബിബി റളിയല്ലാഹു അൻഹ ഒരു മുല കൊടുത്ത ഉമ്മയാണ്. ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹ ഒരു പോറ്റുമ്മയാണ്. അതിന്റെ ഒരു പാരമ്പര്യമാവാം നമുക്ക്. മുതഅല്ലിമീങ്ങൾക്കൊക്കെ ഒരു പോറ്റുമ്മ ഉണ്ടാവും. അതാരാ? ചെലവിളിക്കാരിക്കാൻ. നമ്മളീ പോറ്റുമ്മയായ ഉമ്മാന്റെ അടുത്തേക്ക് ചെന്നാൽ നമ്മള് ഭയങ്കര സംഗതിയൊക്കെ അള്ളാ നോട്ടീസിലൊക്കെ നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാര്യമല്ല. ഞാൻ ആ മംഗലാപുരത്തൊക്കെ പോയാല് എന്തുമാതിരി ജനം കൂടും അവിടെ നടക്കും. അവിടെ നോട്ടീസൊക്കെ കൂടെ ഇങ്ങനെ കൂച്ചം പാറാന്ന് പറയുമ്പോ ആളുകൾ ഈ സാധനത്തിനെങ്കിലും ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ജനത്തിര കൂടുതലുണ്ടെന്ന് അറിയാം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവര്, ആ ജനങ്ങളൊക്കെ കൂട്ടിയിട്ട് പടച്ചവനെ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കുന്ന മുതഅല്ലിമാകുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന ഉമ്മമാർക്ക്, ഭക്ഷണം പാകം ചെയ്തിരുന്ന ഉമ്മമാർക്ക് ഈ പോറ്റുമ്മാന്റെ ബന്ധം ഇതൊരു വല്ലാത്ത ബന്ധം. അല്ലാഹു റബ്ബീ, ഞാൻ ഭക്ഷണത്തിന് പോയ പേരില്ലേ ഈ ഉമ്മേനോട് ഒരു ദിവസം രാത്രി പള്ളിക്കന്ന് മൗലൂദും ഒക്കെ പല കഴിഞ്ഞ് വന്നപ്പോ അതിന് ചോറവിടെ പുറത്ത് കൊണ്ടെന്ന് വെച്ചിട്ട് അവ ഉറങ്ങി. അപ്പൊ നോക്കുമ്പോ നമ്മക്കാണിച്ചാ വിശന്നിട്ട് പോയി പോകുമ്പോ പള്ളിക്കന്ന് ഒന്നുണ്ടാക്കിയ കയ്യക്കലും മതിയെന്ന് വിചാരിച്ച് വേഗം ചോറാണ് വെച്ച് വേവിച്ച് കഴിഞ്ഞ് നോക്കുമ്പോ കയ്യേക്കാൻ വെള്ളം. അപ്പൊ ഞാൻ ആ വല്യമാനെ വെച്ചിട്ട് പറഞ്ഞു, വല്യമ്മ എന്റെ കുട്ടിയെ ഞാൻ ഇവിടെ കടന്നിക്കണ്, കയ്യേക്കാൻ വെള്ളമല്ലല്ലോ, ഇജ്ജ് പോകുമ്പോ അത് കൊണ്ടുന്നാണ് കഴിക്കളാറ്. അപ്പൊ കണ്ടങ്ങൾ അത് അവനാന്റെ ഉമ്മ പറയണ മാതിരി മക്കളോട് പറയുന്ന ഒരു രീതിയാണ്. എന്താണ് കാരണം? പടച്ചവനെ ഒരു മുതഅല്ലിമ് വീട്ടിൽ വരിക. പഴയ ഉമ്മമാർക്കൊക്കെ ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത നിധിയായിട്ടാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ന് നമുക്ക് നിഅമത്ത് കൂടി, നിഅമത്ത് കൂടിയപ്പോ സൗകര്യവും കൂടി. സൗകര്യം കൂടി എന്ന് പറഞ്ഞാല് മുമ്പ് അമ്മിമ വെച്ചിട്ട് ഇങ്ങനെ അരക്കേണ്ടി അങ്ങനെയാണ് അരക്കല് പണ്ട്. ഇപ്പൊ അരക്കല് പോയി. ഇപ്പൊ ആദ്യം മറ്റേ മിക്സികൾ റെഡിയായി. സൗകര്യം കൂടി, സൗകര്യം കൂടി. നിഅമത്ത് കൂടിന് കണക്കില്ല. പണ്ട് നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ഭക്ഷണം കൊടുത്താൽ വിശന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കാണുന്ന സമയത്ത് ഭക്ഷണം വിളമ്പി തന്ന പാത്രത്തൊക്കെ നോക്കിയിട്ട് നമ്മൾ കരയലാണ്. എന്തേ? നമ്മളെ വിശപ്പും ഈ ഭക്ഷണം കൂടി നോക്കിയാൽ വിശപ്പിന്റെ പകുതി അടക്കാൻ കൂടി ഇത് മതിയാകൂല. ഇത് എന്ത് ചെയ്യും പടച്ചോനെ? ഇപ്പോഴോ ഇപ്പൊ കുട്ടിയൊക്കെ ഭക്ഷണം കൊടുത്താൽ കുട്ടികൾ കരയാ. ഇതുകൊണ്ട് ഇത് എന്നെ കൊണ്ട് കഴിക്കാൻ കഴിയൂലല്ലോ പടച്ചോനെ. എത്രയാണ് സൽക്കാരങ്ങൾ, എത്രയാണ് വിഭവങ്ങൾ. നിഅമത്ത് കൂടിയപ്പോൾ നന്ദികേട് വർദ്ധിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ വീട്ടിലും ഇന്നിപ്പോ പക്ഷെ കാലോചിതമായി എന്താണ് വിഷയങ്ങളൊക്കെ വന്നപ്പോ ഇപ്പൊ കുട്ടികൾക്ക് എന്തുണ്ട്? പഠിക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ കുല്ലിയത്തുൽ ദഅവ ജാമിഅത്തുൽ ഹിന്ദിന്റെ സിലബസ് അനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ പാഠ്യ പദ്ധതിയുടെ ക്ലാസ്, അതിന് ഇംഗ്ലീഷ്, സയൻസ്, മാത്തമാറ്റിക്സ്, ബാക്കിയുള്ളത് ഇതൊക്കെ കുട്ടികൾക്ക് അതുണ്ട്. ഡിഗ്രിക്കും പ്ലസ് 1-നും പ്ലസ് 2-നും ഒക്കെ അതും ഇഷ്ടം പോലെ. കിതാബുകളാണെങ്കിലോ അതും ഇഷ്ടം പോലെ. അപ്പൊ രാവിലെ സുബഹി നിസ്കരിച്ച് തുടങ്ങിയാൽ കുട്ടികൾക്ക് ഏകദേശം വൈകുന്നേരം വരെ ക്ലാസുകളാണ്. പീരീഡ് രാത്രി ആയാൽ അതിന്റെയൊക്കെ നോട്ട് തയ്യാറാക്കലും മറ്റും. ഒരു മര്യാദക്ക് ദർസ് നടക്കുന്ന ഒരു സ്ഥലത്ത്
സ്ഥലത്തും ഒരു 12 മണിയാകാതെ മുത്തഅല്ലിമീങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അതാ അപ്പോ കുട്ടികൾ ആ 12 മണി മുതൽ സുബഹിന്റെ വാങ്ങി കൊടുക്കുന്നതിനിടക്കുള്ള കുറഞ്ഞ സമയത്താണ് ഉറക്കുന്ന വിശ്രമം. ഇത് കുട്ടികൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഈ സംവിധാനം വന്നപ്പോൾ 4 നേരത്തെ ഭക്ഷണത്തിനും കൂടി ഒന്ന് രായാക്കാൻ കൊടുക്ക്, ഒന്ന് പോക്കരാക്കാൻ കൊടുക്ക്, ഒന്ന് ചേക്കൂട്ടിന്റെ കൊടുക്ക്, ഒന്ന് ആമിന്താത്താൻ കൊടുക്ക് കൂടി നടക്കാൻ പറ്റൂല. അപ്പൊ പുതിയ സംവിധാനത്തിൽ നമ്മളെ ആലിമീങ്ങൾ ദർസ് നിലനിൽക്കുന്നതിന് വേണ്ടി, ഇൽമു നിലനിൽക്കുന്നതിന് വേണ്ടി പുതിയ സംവിധാനം ഉണ്ടാക്കി. അതാണ് മസാലിഹ്, അതാണ് മർക്കസ്, അതാണ് സിറാജുൽ ഹുദ, അതാണ് മഅദൻ, അതാണ് മജ്മഅ്. എല്ലാം പരിസരങ്ങളിലെ ദർസുകളൊക്കെ അസ്തമിച്ചു എന്നാരും കേൾക്കൊന്നും വേണ്ടതില്ല. ദർസിനായിട്ട് സ്വത്തുള്ള കമ്മിറ്റിക്കാർ അവരത് ഭയപ്പെടട്ടെ, അവരത് ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ. അല്ലാതെ ദർസുകൾ പോയി ഞാച്ച് ബേജാറാവാനൊന്നുമില്ല. എന്തുകൊണ്ട്? ആ ദർസുകളിലൊക്കെ വരേണ്ട മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ കോളേജുകളിലുണ്ട്. ദർസിൽ ഉണ്ടാകേണ്ട ഉസ്താദുമാർ നമ്മുടെ കോളേജുകളിലുണ്ട്. അൽഹംദുലില്ലാഹ് ഈ കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും മറ്റ് പല ഭാഷകളിലും പരിശുദ്ധ ഇസ്ലാമിക സന്ദേശം നമ്മുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് യാത്ര ചെയ്തു പോകേണ്ടി വന്നാലും അവിടെ ഒക്കെ എല്ലാ രാജ്യങ്ങളിലും, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏകദേശം 56ഓളം രാജ്യങ്ങൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളാണ്. അവിടെ പോയി ഇസ്ലാമിക ദഅവ നടത്തേണ്ടി വന്നാൽ 18ഓളം രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവിടെ പോയി ഇസ്ലാമിക ദഅവ നടത്തേണ്ടി വന്നാൽ 22ഓളം രാഷ്ട്രങ്ങൾ അമേരിക്കൻ രാഷ്ട്രങ്ങളാണ്. അവിടെ പോയി ദീനി ദഅവത്ത് നടത്തേണ്ടി വന്നാൽ, അത് ഏത് രാജ്യത്ത് പോയി നടത്തേണ്ടി വന്നാൽ, GCCയുടെ അറബ് രാഷ്ട്രങ്ങളിൽ നടത്തേണ്ടി വന്നാൽ അതിനൊക്കെ കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന സംവിധാനമാണ് നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദ് എന്ന പേരിൽ പ്രത്യേക സിലബസും രീതിയുമൊക്കെയായി നമ്മളിപ്പോൾ സംവിധാനിച്ചിരിക്കുന്ന രീതി. അതനുസരിച്ച് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ പഠിച്ചു വരുമ്പോൾ സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് നാളെ നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം വളരെ വലുതാണ്. അല്ലാഹു തആല മീസാൻ എന്ന തുലാസിൽ വെക്കുമ്പോൾ അതിന്റെ വലിപ്പം നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. ഫാറൂഖ് തങ്ങൾ എത്തിയില്ല. എവിടെ എത്തിയിരുന്നു? ബാക്കവിസ്താദ് 2 മണിക്കൂർ തമാശ വർഷത്തിന് എത്തി. അത് 2 മണിക്കൂർ തന്നെ ആകാൻ കാത്തിക്കൊന്നും വേണ്ടത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ഓർക്കണം, നമ്മുടെ ആഖിറത്തിൽ മീസാൻ എന്ന തുലാസിൽ നമ്മളതിങ്ങനെ വെച്ച് തൂക്കുമ്പോൾ ഒരു ഹസനത്തിന് വേണ്ടി മഹ്ശർ മൈതാനിയിൽ ജനങ്ങൾ ഇങ്ങനെ ബേജാറാകുന്ന അവസ്ഥ. തങ്ങൾ വരൂല എന്നല്ല പറഞ്ഞത്, തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ആളുകൾ തങ്ങൾ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ബേജാറാണ്. അപ്പോ ഈ മീസാൻ എന്ന തുലാസിൽ നമ്മളതിങ്ങനെ വെച്ചു നോക്കുമ്പോൾ ഒരു ഹസനത്തിന് വേണ്ടിയിട്ട് മഹ്ശർ മൈതാനിയിൽ ബേജാറിന്റെ കൊടി കുത്തി നടക്കേണ്ട അവസ്ഥ വരുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെയാണ് ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുത്തത്, ഒരു മുത്തഅല്ലിമിന് വസ്ത്രം കൊടുത്തത്, ഒരു മുത്തഅല്ലിമിന് സൗകര്യം ചെയ്തു കൊടുത്തത്. നാം ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഹസനാത്തുകളുണ്ടോ ആ ഹസനാത്തുകളെല്ലാം നമുക്ക് ആ മീസാൻ എന്ന തുലാസിൽ അത് നമുക്ക് മീസാൻ എന്ന തുലാസിൽ നമുക്ക് ഭാരം വർദ്ധിച്ചു കിട്ടണമെങ്കിൽ എന്തെല്ലാം ഹസനാത്തുകൾ വാരിക്കൂട്ടാൻ സാധിക്കുമോ അതിന് ദുനിയാവിൽ ശ്രമിക്കണം. അത് അതാത് തലമുറക്ക് കൈമാറും, അതാത് തലമുറക്ക് അതിനെ കൈമാറ്റം ചെയ്തു കൊടുക്കുന്ന അതാണ് മുത്തഅല്ലിം, അതാണ് ആലിം. അപ്പോൾ ഒരു ആലിമും ഒരു മുത്തഅല്ലിമും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സൃഷ്ടിപ്പാണ് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ബാപ്പുലിയർ പാപ്പയുടെ സ്മാരകമായി നിലനിൽക്കുന്ന ഈ മസാലിഹുൽ മുസ്ലിമീനിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിന്റെ പേര് പോലെ തന്നെ നമുക്കതിന്റെ ഉപകാരം ഇതിന്റെ പരിസരവാസികളായ ആളുകൾക്കൊക്കെ ലഭിച്ചിരിക്കണം. ബഹുമാനപ്പെട്ട TSK തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ നേരത്തെ സ്വാഗതം പറയുന്നത് അല്പം കേൾക്കാൻ സാധിച്ചു. ഈ സ്റ്റേജിൽ വളരെ വെളിച്ചമായിരിക്കേണ്ട മഹാനാണ് TSK തങ്ങൾ അവർ. അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവണം, അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാവണം.
പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതിന്റെ തുടക്കം മുതൽ നമ്മോടൊപ്പം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പലരും മരണപ്പെട്ടു. ഹയാത്തിലുള്ള ആളുകളോട് ആ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ഖബർ ജീവിതത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിന്റെ വണ്ണവും വലിപ്പവും നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് വർണ്ണിപ്പിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കാത്തതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നാം നല്ലപോലെ മനസ്സിലാക്കി വേണം ഇത്തരം കാര്യങ്ങളോട്, ഇത്തരം വിഷയങ്ങളോട് നാം സമീപിക്കാൻ. അപ്പോ നമ്മളൊരു മുത്തഅല്ലിമിന് വേണ്ടി ഒരു പായ അദ്ദേഹത്തിന് കടക്കാൻ വാങ്ങിക്കൊടുത്താൽ, ഒരു തലയണ ഒരു മുത്തഅല്ലിമിന് വാങ്ങിക്കൊടുത്താൽ, ഒരു കിതാബ് വാങ്ങിക്കൊടുത്താൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് സഹായിച്ചാൽ, നമ്മുടെ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഒരു വാക്കുകൊണ്ട് നാം ഒരു സഹായിയായാൽ മീസാൻ എന്ന തുലാസിൽ വരുമ്പോൾ ആ ഒരു വോട്ട് അതായിരിക്കും നമ്മെ രക്ഷപ്പെടുത്തുന്നത്. അതായിരിക്കും നമ്മൾ രക്ഷപ്പെട്ടത്. മീസാൻ എന്ന തുലാസിൽ ആ ഒരു വോട്ടായിരിക്കും നമ്മൾ രക്ഷപ്പെട്ടത്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആലിമ് ആ സിറാത്ത് പാലത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ആബിദിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു പറയുന്നു, ആബിദിനോട് സ്വർഗത്തിൽ പോകാൻ അഥവാ വിവരം അധികമില്ല, പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഇബാദത്തുകളും സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ച് ജീവിച്ചിരിക്കുന്ന ആളാണ് ആബിദ്. അയാൾക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാം. അതേ സമയത്ത് ഒരു ആലിമോ അയാൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ഒറ്റക്കല്ല, അയാളെ പ്രതീക്ഷിച്ച് മഹ്ശർ മൈതാനിൽ കാത്തു നിൽക്കുന്ന പലരുമുണ്ട്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ നിങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തോ. നിങ്ങളെ ആലിമിന്റെ ശുപാർശയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. മുത്തഅല്ലിമിന്റെ ശുപാർശയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. സ്വന്തം ഉമ്മ കൈയൊഴിയുന്ന സമയത്ത് സ്വന്തം ഭർത്താവ് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഖുർആനിനെ ഓതിക്കൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ രാവിലെ സുബഹി നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ നിസ്കരിച്ച അതേ സ്വപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന മുത്തഅല്ലിം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭക്ഷണത്തിന് സഹായിച്ച, അതേപോലെ തന്നെ പഠനത്തിന് സഹായിച്ച, മറ്റെല്ലാ രൂപത്തിലും സഹായിച്ച ആ സഹായികൾക്കെല്ലാം ആ ഖുർആനിന്റെ ഓരോ ഹർഫും ആ സഹായിച്ച ആൾക്ക്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരെ ഖബറിലേക്ക് ഹസനാത്തിന്റെ വർദ്ധനവ് വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനെ, ഒരു മുതഅല്ലിമിന്റെ ആ മുതഅല്ലിമിന്റെ കാലഘട്ടത്തിൽ എത്രയാണ് ഖുർആൻ ഖത്തം തീർക്കുന്നത്, എത്രയാണ് ഖുർആന്റെ പാരായണം നടക്കുന്നത്, അതെല്ലാം സഹായിച്ചിരിക്കുന്ന ആളുകളുടെ മീസാൻ എന്ന തുലാസിലേക്ക് ഒരു വരുമാനമാണ് കേട്ടോ. അത് ആർക്കും കുറഞ്ഞുകൊണ്ടല്ല, ചെയ്ത ആൾക്ക് കുറഞ്ഞിട്ട് മറ്റവർക്ക് കിട്ടുക എന്നുള്ളതല്ല. അങ്ങനെയുണ്ട് നമ്മളെ വഹാബികൾക്കും മൗദൂദികൾക്കും ഒക്കെ ഒരു ബേജാർ. നമ്മൾ ഒരു യാസീൻ ഓതിയിട്ട് ഇലാഹ ഹദറത്തി ഇലാഹ ഹദറത്തി ഇലാഹ ഹദറത്തി ഇലാഹ ഹദറത്തി എന്ന് പറയുമ്പോ വഹാബികൾക്കൊക്കെ ഒരു ബേജാർ. ആകെ ഒരു യാസീനാ ഓതി, അത് റസൂലുള്ളാഹിക്ക് ബദരീങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ളത്, പിന്നെ അങ്ങോട്ട് മൊയ്തീൻ ശേഖ്, പിന്നെ വമ്പളം തങ്ങൾക്ക്, വാപ്പൂരിയർ, പിന്നെ മറ്റവർക്ക്, പിന്നെ ബന്റെ വാപ്പാക്ക്, പിന്നെ ഓതിയ മൂല്യാര വാപ്പാക്ക്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ മരിച്ചാക്കി എന്താ കിട്ടുക? കുറച്ചായാ ആരും ബേജാറാണ് മക്കളെ. അത് ഫോട്ടോ കോപ്പി എടുത്ത് വിതരണം ചെയ്യണ മാതിരി അങ്ങനെ ഉണ്ടല്ലോ. എന്താ അള്ളാഹു തആല പറഞ്ഞത്? ഒറിജിനലിന് യാതൊരു കുറവും പറ്റൂല. എന്റെ അടുത്ത് എന്തുണ്ട്? എന്റെ അടുത്തൊരു ഒറിജിനൽ സാധനം. ഈ ഒറിജിനൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ അടുത്തുള്ള ഒരു പേപ്പർ, ആ പേപ്പറിന്റെ ഒറിജിനൽ ഞാൻ കയ്യിൽ വെച്ചു. എന്നിട്ടോ ഒരു ഫോട്ടോ കോപ്പി മെഷീനിൽ കൊടുത്തു. അവനത് എന്ത് ചെയ്തു? 1000 കോപ്പി എടുത്തു. 1000 കോപ്പി എടുത്തിട്ട് ഒറിജിനൽ എന്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ആ 1000 ഈ സഭയിൽ അങ്ങോട്ട് വിതരണം ചെയ്തു. എന്റെ ഒറിജിനലിന് വല്ല കുറവും പറ്റും? ഇതാണ് യാസീൻ ഓതിയിട്ട് നിന്റെ ഒറിജിനലിന് എന്ത് പറ്റൂല? യാതൊരു കുറവും പറ്റില്ല. ഫോട്ടോ കോപ്പി ഇഷ്ടമുള്ളവരൊക്കെ എടുത്തോട്ടെ. ഫോട്ടോ കോപ്പി എല്ലാവർക്കും പോട്ടെ. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഓന്റെ കവറിലൊക്കെ ഒരു കോപ്പി, മറ്റോന്റെ കവറിലൊക്കെ ഒരു കോപ്പി, മറ്റോന്റെ കവറിലൊക്കെ ഒരു കോപ്പി, എല്ലാവരുടെ കവറിലൊക്കെ കോപ്പി കൊടുത്താലും എന്റെ ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇരുമഞ്ഞ് ഇഞ്ഞും കോപ്പി എടുക്കും എന്ന പോലെ
പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുതഅല്ലിമ് പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ പോകാൻ ഭക്ഷണം തന്നവർക്ക്, സിമന്റ് കൊടുത്തവർക്ക്, പായ കൊടുത്തവർക്ക്, തലയണ കൊടുത്തവർക്ക്, വിരിപ്പ് കൊടുത്തവർക്ക്, അല്ലാ ഓരോ സംഗതികളും സഹായിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, മഹ്ശർ മൈതാനിൽ നെട്ടോട്ടം ഓടുന്ന സമയത്ത് യൗമ യഫിറുൽ മർഉ, മനുഷ്യൻ രക്ഷ കിട്ടാതെ നെട്ടോട്ടം ഓടുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീകളെ, എല്ലാവരും കൈയൊഴിയുമ്പോൾ അവനൊരു തണലായി നിൽക്കാനുള്ളത് ഖുർആനിന്റെ ശുപാർശയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിക്റിന്റെ ശുപാർശയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലിമിന്റെ മുതഅല്ലിമിന്റെ ആ ശുപാർശകൾ നമുക്ക് ലഭിക്കാൻ, നാം അവസാന ഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ ഭൂമിയിലെ ജീവിതകാലത്ത് ആലിമിന്റെ കൂടെ, മുതഅല്ലിമിന്റെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, ദിക്റിന്റെ അഹ്ലികാരുടെ കൂടെ, സ്വലാത്തിന്റെ അഹ്ലികാരുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, അതാണ് നമ്മുടെ ജീവിതം സമ്പന്നമാക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന റൂട്ട്. ആ റൂട്ട് നാം മനസ്സിലാക്കുക. അവിടെയാണ് നമ്മുടെ രക്ഷാമാർഗം നിലനിൽക്കുന്നത്. കഴിഞ്ഞ കാല ഏത് പൂർവികളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും നമുക്ക് ആലിമീങ്ങളെ പിന്തുടർന്നുകൊണ്ട്, സ്വാലിഹീങ്ങളെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ചരിത്രം. ബഹുമാനപ്പെട്ട ബാപ്പുരേൽ പാപ്പ ഇവിടെ ജീവിച്ചിരിപ്പുള്ള കാലത്ത് അവരെ കണ്ടുകൊണ്ട് മാത്രം എത്ര ആളുകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വേദനിക്കുന്ന 100 പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയതായി, ജാതി മത വ്യത്യാസമില്ലാതെ അതിന്റെ ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച എത്ര ആളുകൾക്ക് ചരിത്രങ്ങൾ പറയാനുണ്ട്. അത് മമ്പുറം തങ്ങളായാലും അടുത്ത കാലത്ത് നമ്മോട് വിട്ടുപിരിഞ്ഞ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഉൾപ്പെടെ ആരുടെ ചരിത്രമായാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കത് കാണാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് ഈ ചാപ്പനങ്ങാടി മുരേർപ്പാപ്പയുടെ സ്മാരകമായി നിലനിൽക്കുന്ന ഈ മസാലിഹിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിസരവാസികളായിരിക്കുന്ന ഉമ്മമാരും സഹോദരന്മാരും സഹോദരിമാരുമെല്ലാം എപ്പോഴും ഇവിടുത്തെ ദിക്റുകളിലും ഇവിടുത്തെ സദസ്സുകളിലുമൊക്കെ സംബന്ധിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടതായ എല്ലാ ഒത്താശകളിലും നിങ്ങളൊക്കെ പങ്കാളികളാവുകയും ചെയ്യണമെന്ന് വളരെ പ്രത്യേകമായി നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അന്യ നാട്ടുകാരായ ആളുകൾ വല്ലപ്പോഴുമേ എത്തിച്ചേരുകയുള്ളൂ. ഇനി പല നാട്ടുകളിലെ ആളുകൾ ഇതിനെ സഹായിച്ചാലും ഇതിന്റെ യഥാർത്ഥമായ അവകാശികളും അതിന്റെ ഗുണഭോക്താക്കളും ഇതിന്റെ പരിസരക്കാരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞ് അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഈ വഴിക്ക് ഇങ്ങനെ വന്നു നോക്കിയാൽ നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ വെള്ളപ്പട്ടാളക്കാ. എന്തൊരു ചന്തമുള്ള കാഴ്ചയാണ്, എന്തൊരാനന്ദമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മുതഅല്ലിമീങ്ങളെ സാന്നിധ്യം നാട്ടിൽ എന്തൊരു ബർക്കത്താണ്, നാട്ടുകാർക്ക് എത്രമാത്രം രക്ഷാകവചമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഏറ്റവും നല്ല പങ്കാളിത്തം വഹിക്കാൻ ഉമ്മമാരെ, നിങ്ങളുടെ നേർച്ചകളും നിങ്ങളുടെ സംഭാവനകളും വരിയായാലും സാധന സാമഗ്രികളായാലും മറ്റു ഇനത്തിലായാലും അതെല്ലാം നമ്മുടെ സ്ഥാപനങ്ങളിൽ നൽകണം. ബഹുമാനപ്പെട്ട സഹോദരിമാരോട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ, ചരിത്രത്തിൽ ധാരാളം കാണാം. അത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ആയാലും, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആയാലും, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ആയാലും, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആരുടെ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് പഴമക്കാരായ നമ്മുടെ ഉമ്മമാർ നമ്മുടെ നാട്ടിൽ ദീൻ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് പഴയ ഉമ്മമാർ. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മമാരെങ്ങാനും അന്ന് നമ്മുടെ ആലിമീങ്ങൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വീട്ടുകാരൻ അധ്വാനിച്ച് അരി കൊണ്ടുവന്നാൽ അത് ഭക്ഷണമാക്കി സമയാസമയത്ത് മുതഅല്ലിമിന്റെ ആലിമിന്റെ വയറ്റിലെത്തിക്കുന്നതിന് പാകം ചെയ്തു കൊടുക്കണ്ടേ? അതിന് നമ്മുടെ ഉമ്മമാർ നേരത്തെ തയ്യാറായതുകൊണ്ട് തന്നെ ആ ഉമ്മമാരുടെ എല്ലാ ഏറുകളിലേക്ക് ആലിമീങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാകും. ചില ഭാഗ്യവാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ വല്ലാത്തൊരു ഭാഗ്യവാൻ നമുക്ക്
ഹദ്ദാദിന്റെ ഷേഖ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നോക്ക് നിങ്ങൾ, ഏത് ലോകത്ത് പോയി നോക്കിയാൽ ഹദ്ദാദ് ദിക്ർ റെഡിയാണ്. ഒരു ദിവസം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പിന്നെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹയുടെ എണ്ണം എത്രയാണ് ഫാത്തിഹയുടെ എണ്ണം? നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഹദ്ദാദ് ഓതുന്ന ആളുകൾ എത്ര? وإلى حضرة كتب الإرشاد عبد الله الحداد رضي الله عنه الفاتحة. എത്ര ആളുകൾ ഞാൻ സലാലയിൽ ചെന്നപ്പോ അവിടെ അബൂദാബിയിലെ ടൗൺ സെന്ററിൽ ഒരു പള്ളിയിൽ ഇശാ നിസ്കരിച്ചു കൂടി വെക്കുമ്പോൾ അവിടെ ഹദ്ദാദിയാണ്. ഞാൻ ഇപ്പൊ ഹജ്ജിന്റെ സമയത്ത് മദീനത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്തോനേഷ്യക്കാരായ കുറച്ച് പണ്ഡിതന്മാർ, ആ ഇന്തോനേഷ്യക്കാരായ പണ്ഡിതന്മാരിങ്ങനെ ഇരുന്നിട്ട് അവരിങ്ങനെ പതുക്കെ ദിക്റ് നോക്കുമ്പോൾ ഈ ഹദ്ദാദ് സുബ്ഹാനല്ലാഹ് എല്ലാ നാട്ടിലും അതിങ്ങനെ ചൊല്ലുമ്പോ ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് ഒരൊറ്റ ദിവസം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹയുടെ എണ്ണം എത്രയാണ് മുഅ്മിനുകളെ? ഇത് ചില മഹാഭാഗ്യവാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന. എന്നാൽ ആ ഹദ്ദാദികൾ ദിക്റുകളിലൊക്കെ ഇങ്ങനെ എല്ലാ പള്ളികളിലും കോളേജുകളിലും ഉമ്മമാർ മരണപ്പെട്ട് കിടക്കുന്ന ഖബറിലേക്ക് പ്രിയപ്പെട്ട മക്കളെ പഴയ ഉമ്മമാരും ഉപ്പമാരും സമ്പാദിച്ച തറവാട് പറമ്പിലാണ് നമ്മൾ കുറെ വീടുകൾ വെച്ച് താമസിക്കുന്നത്. ആ യഥാർത്ഥ പറമ്പിന്റെ ഉടമസ്ഥയായി അടിയാധാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉമ്മമാരില്ലേ ആ ഉപ്പമാർക്കും ഒരു പക്ഷേ തറവാട് വീട്ടിൽ താമസിക്കുന്ന സ്വന്തം മക്കളിൽ നിന്ന് ഒരു ഫാത്തിഹ കിട്ടിയില്ലെന്ന് വന്നേക്കാം. മറിച്ച് അവര് വളർത്തിയെടുത്തിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ നൂറുകണക്കായ ആയിരക്കണക്കായ പള്ളി മെഹ്റാബുകളിൽ നിന്ന് അവരുടെ ഫാത്തിഹകളും അവരുടെ ദിക്റുകളും അവരുടെ ദുആകളും അവരുടെ ഖബറുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കാൻ, മുതഅല്ലിമീങ്ങളെ സഹായിക്കാൻ, ആലിമീങ്ങളെ സമ്പാദിക്കാൻ എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം എന്നും ഹക്കിന്റെ മേൽ ലാഹിറായി നിൽക്കുമെന്ന് പറഞ്ഞ ആ വിഭാഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാ ദർസുകളും നമ്മുടെ എല്ലാ കോളേജുകളും പടുത്തുയർത്തി. അത് നിന്നുപോയാൽ തീർച്ചയായും നാട്ടിന്റെ കാവൽക്കാർ നഷ്ടപ്പെടുകയാണ്. സൂര്യനായാലും ചന്ദ്രനായാലും ഭൂമിയായാലും ഇരുട്ടായാലും വെളിച്ചമായാലും വായുവായാലും വെള്ളമായാലും ഇതിനെല്ലാം ഉള്ള കാവൽക്കാർ അവര് പ്രിയപ്പെട്ട സഹോദരന്മാരെ ദാക്കിരീങ്ങളാണ്, ആലിമീങ്ങളാണ്, ഔലിയാക്കളാണ്. ആ കാവൽ ഭടന്മാരുടെ സാന്നിധ്യം എപ്പോൾ ഇല്ലാതാകുമോ അന്ന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹ് അല്ലാഹ് എന്നുച്ചരിക്കുന്ന ഒരാളും ഇല്ലാത്ത സന്ദർഭം വരുമ്പോൾ റഡാറിൽ നിന്ന് അത് വിട്ടുപോയി, റിമോട്ട് കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി, പിന്നെ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറേക്ക് പോയിരിക്കുന്ന സൂര്യൻ തിരിച്ചിങ്ങോട്ട് വരാതെ അത് പടിഞ്ഞാറ് നിന്ന് തന്നെ ഉദിക്കുന്ന സമയം വരും. അന്ന് ഫിത്നകളുടെ ലോകമായിരിക്കും. പിന്നീട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പർവ്വതങ്ങൾ അതിന്റെ സ്ഥലത്ത് നിന്ന് ഇളകിപ്പോയി, ഓരോന്നും അതിന്റെ ഘടന നഷ്ടപ്പെട്ടു. ഈ ഒരവസ്ഥ വരുമെന്ന് നേരത്തെ തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച റൂട്ടിൽ നമുക്ക് സഞ്ചരിക്കാം. അല്ലാഹു നമുക്ക് ഖൈറായതൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ശർറായതൊക്കെ നമ്മിൽ നിന്ന് അല്ലാഹു തട്ടിമാറ്റുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സഭ ഇനി കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവരുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയാണ്. അല്ലാഹു തങ്ങൾ അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. ദീനിന്റെ ഖിദ്മത്തിലായി ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർ എത്രയോ ദൂരെ നിന്ന് യാത്ര ചെയ്താണ് തങ്ങൾ വരുന്നത്. അടുത്ത ദിവസമാണ് ഹജ്ജ് യാത്ര കഴിഞ്ഞു. ഈ പ്രാവശ്യം നമ്മുടെ SYSന്റെ ചീഫ് അമീറായിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ഹജ്ജിന് ഉണ്ടായിരുന്നത്.
650ഓളം വരുന്ന ഹാജിമാരെ നിയന്ത്രിച്ചുകൊണ്ട് 45 ദിവസത്തെ ഹജ്ജ് നിർവഹിച്ചപ്പോൾ ഉള്ള ക്ഷീണം അത് പറയേണ്ടതില്ല. പ്രസംഗിക്കുന്ന എന്റെ സൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ തങ്ങൾ ആ ക്ഷീണം മാറുന്നതിന് മുമ്പ് അവിടെ പൊസോട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെയും കർണാടകന്റെയും അതിർത്തി പ്രദേശമാണ് പൊസോട്ട്. പൊസോട്ട് തങ്ങൾ നടത്തുന്ന മൽഹർ സ്ഥാപനം നടത്താൻ ഇവിടെ ഈ മസാലിഹ് നടത്തുന്ന സൗകര്യമില്ല. ഈ സുഖം അവിടെ കിട്ടൂല. അവിടെ എന്താണ്, ഏത് നോട്ടീസ് അടിക്കണോ ഒരു ഭാഗം കർണാടകത്തിൽ ഒരു ഭാഗം മലയാളത്തിൽ. ഒരു പെർമിഷൻ കൊടുക്കണോ ഒന്ന് കർണാടക പോലീസിന്, ഒന്ന് പിന്നെ കേരള പോലീസിന്. ഒരു മൈക്ക പെർമിറ്റ് എടുക്കണോ ഒന്ന് ആ പോലീസ്, ഒന്ന് ഈ പോലീസ്. തങ്ങൾക്ക് 2 കല്യാണം കഴിക്കണേന് ഒന്നും പേടിക്കാനില്ല. കാരണം 2 പെണ്ണെട്ടിയ സുഖം അവിടെ അതിർത്തിയിൽ നിൽക്കുന്നോട് തന്നെ തങ്ങൾക്ക് കിട്ടും. അത്ര സൗകര്യം. അതാ കർണാടകത്തിലവർക്ക് പറ്റുമോ കേരളക്കാർക്ക് പറ്റില്ല, കേരളക്കാർക്ക് പറ്റുമോ കർണാടക. 2 കൂട്ടരെയും കൂടി ഒപ്പിച്ചിങ്ങനെ കൊണ്ടുപോയിട്ട് സുബ്ഹാനല്ലാഹ് മൽഹർ നല്ല ലാഹിറായ അവസ്ഥ തന്നെയാണ്. അല്ലാഹു തആല അത് ഇസ്സത്തോടുകൂടെ നിലനിർത്തുമാറാവണം. അപ്പൊ തങ്ങൾ അവർകൾ അവിടെ തന്നെ യാത്ര ചെയ്തിട്ട് വരുന്നുവെന്ന് നേരത്തെ ബഹുമാനപ്പെട്ട വാക്കബ് ഉസ്താദ് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് തങ്ങൾ അവർകൾ ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. അഹ്ലു ബൈത്ത്, ആലിമ്, നല്ലൊരു ദഅവ ചിന്തകൻ, എല്ലാമായ നല്ലൊരു ദാക്കിറായ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ഹജ്ജ് കഴിഞ്ഞ ഉടനെയുള്ള 22 കാരറ്റ് പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. തങ്ങൾ പാപ്പാന്റെ ദുആക്ക് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ 30,000 രൂപ. അല്ലാഹു തആല ആ മാതാപിതാക്കളെ ഖബർ സ്വർഗ്ഗതോപ്പാക്കുമാറാവട്ടെ. തങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് വേണ്ടി വേദി ഒഴിയുന്നു. ദുആ വസിയത്തോടെ വന്നരായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ദുആ ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാനും പ്രധാനപ്പെട്ട സംഭാവനകൾ വസിയ്യത്തുകൾ ഇവിടെ വായിക്കുന്നു. മുഹമ്മദ് ഒരു